അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആരോഗ്യമുള്ള നമ്മുടെ ശരീരം, താമസിക്കാൻ ഒരു വീട്, സ്നേഹം പകരുന്ന ഇണകൾ, സഞ്ചരിക്കാൻ ഒരു വാഹനം, മക്കൾ, ഉപജീവനമാർഗത്തിനുള്ള തൊഴിൽ, കണ്ണും കാതും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും, അങ്ങനെ തുടങ്ങി നമ്മുടെ സ്വന്തം ശരീരത്തിലും നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ ഓരോരുത്തരും എണ്ണി ഇങ്ങനെ കണക്ക് കൂട്ടാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് കുറച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സമ്പത്ത്. നമുക്കറിയാം, അല്ലാഹു സമ്പത്തിനെക്കുറിച്ച്, ധനത്തിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിലൂടെ നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാലിനെക്കുറിച്ചും ധനത്തിനെക്കുറിച്ചും ഒരുപാട് ഹദീസുകളിലൂടെ പല പാഠങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മ തിന്മകളെക്കുറിച്ചുള്ള വിചാരണയും ഹിസാബുമുണ്ട്, അതിനവിടെ പ്രതിഫലവുമുണ്ട് എന്ന ഉറച്ച ബോധ്യമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പരലോക ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ, ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു വിഷയമാണ് അയാളുടെ കയ്യിൽ വന്നു ചേരുന്ന അയാളുടെ സമ്പത്ത്, സമ്പാദ്യങ്ങൾ. ദുനിയാവിൽ, ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്തിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞ ഒരു വചനം, അംവാലുക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. ആ വചനം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങളുടെ സമ്പത്ത്, അംവാലുക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ ഈ ഭൂമിയിലെ നിലനിൽപ്പിൻ്റെ ആധാരമായി അല്ലാഹു സമ്പത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലെ നിലനിൽപ്പിൻ്റെ ഒരു അടിസ്ഥാന കാര്യമായി നമ്മുടെ സമ്പത്തിനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഇറാനും ഇസ്രയേലും ഗൾഫ് രാഷ്ട്രങ്ങളിലുമൊക്കെ നടക്കുന്ന യുദ്ധങ്ങൾ. ഒരു യുദ്ധം വരുമ്പോൾ ശത്രു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് തകർക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം എന്താ? സാമ്പത്തികമായ വരുമാനം വരുന്ന മാർഗമടഞ്ഞാൽ അതൊരു നട്ടെല്ല് തകർക്കുന്നത് പോലെ, ഒരു മനുഷ്യന്റെ നട്ടെല്ല് തകരുന്നത് പോലെയാണ്. ഒരു നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും നടക്കുന്ന ഒരു സംഗതിയാണ്
കൊള്ളയടിക്കപ്പെടുക, അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക സംവിധാനങ്ങൾ തകർത്തു തരിപ്പണമാക്കുക എന്നുള്ളത്. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ, ലോകത്ത് ചരിത്രത്തിലുടനീളം കടന്നുപോയ ഫാഷിസവും നാഷിസവും ഒക്കെ ചെയ്തിട്ടുള്ളത് അവർ ശത്രുക്കളായി നിശ്ചയിക്കുന്നവരുടെ സാമ്പത്തിക അടിത്തറ തകർക്കാനുള്ള ഗൂഢമായ പദ്ധതികൾ ഒരുക്കുക എന്നുള്ളത് മനുഷ്യ ചരിത്രത്തിൽ ഇന്നോളം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഖുർആനിൽ ഈ ധനത്തിനെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്നു എന്നാണ്. ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ. അത് അള്ളാഹുവിൻ്റെ ഒരു ഫദ്ലാണ്, ഔദാര്യമാണ്. അത് അള്ളാഹ് വിചാരിക്കുന്നവർക്ക് അള്ളാഹ് നൽകും. അതോടൊപ്പം അള്ളാഹു പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്നത്തുൻ. അവിടെ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്കുള്ളൊരു പരീക്ഷണമാണ്. നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കുള്ളൊരു പരീക്ഷണമാണ്. ഇപ്പൊ ഇവിടെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് പരീക്ഷണമാണെന്നാണ്. വേറൊരു ആയത്തിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണെന്നാണ്. അപ്പൊ എങ്ങനെ പരീക്ഷിക്കുക? ചിലർക്ക് നന്നായി അള്ളാഹുവോട് വാരിക്കോരി കൊടുത്ത് പരീക്ഷിക്കും. ചിലർക്ക് സമ്പത്തിൽ അള്ളാഹ് പരിമിതപ്പെടുത്തി ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. നല്ലോണം കിട്ടിയവനും പരീക്ഷണമാണ്, തീരെ കിട്ടാത്തവനും പരീക്ഷണമാണ്. എല്ലാവർക്കും ഇതൊരു പരീക്ഷണം. അപ്പൊ ഒരുപക്ഷെ നമുക്കറിയാം, ചില ആളുകൾ പറയും ഇതൊക്കെ എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്. ഞാൻ ചെറുപ്പത്തിലെ അവിടെ പോയി ഇങ്ങനെ ചെയ്തു, ഇന്ന നാട്ടിൽ ജോലി ചെയ്തു, ഇന്ന പദ്ധതികളൊക്കെ നടപ്പാക്കി, ഇന്ന ബിസിനസ്സൊക്കെ ചെയ്തു, എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് ചിലരെങ്കിലും പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യങ്ങളാണ്. പരിശ്രമങ്ങളുണ്ടാകും, ഓരോരുത്തർക്കും അതിൽ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഇൻകം, ആ വരുമാനം, സമ്പത്ത്, അത് വരുന്നത് അള്ളാഹു നൽകുന്ന അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നല്ല പഠനം നടത്തി, ഗവേഷണം നടത്തി, അതിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റുമൊക്കെ എടുത്ത് ഒരുപക്ഷെ വിദേശ സാമ്പത്തിക സർവകലാശാലകളിൽ വലിയ പഠനം നടത്തി വലിയ ബിസിനസ് തുടങ്ങുന്നവർ അവരുടെ ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ 10ാം ക്ലാസ് പോലും പരീക്ഷയിൽ ജയിക്കാതെ ഒരു 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള, പിന്നീട് അവർ വലിയ സമ്പന്നന്മാരും കോടീശ്വരന്മാരുമായ ചരിത്രം നമ്മുടെ കേരളത്തിൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ യൂട്യൂബിൽ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? ഒരാളുടെ ബുദ്ധിയും കഴിവും ഒന്നുമല്ല, ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ. അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. അപ്പോൾ ഈ പാഠം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണം. അപ്പൊ സമ്പത്തിനെ കുറിച്ച് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. 2, അതൊരു പരീക്ഷണമാണ്. അതൊരു പരീക്ഷണമാണ്. 3-മത്തെ നമുക്കറിയാം, ഭൂമിയിൽ അള്ളാഹു സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ വേറൊരു വചനം, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. ഈ ദുനിയാവിൻ്റെ അലങ്കാരങ്ങളായി, വർണ്ണങ്ങളായി, മനുഷ്യരെ ആകർഷിക്കുന്ന, മോഹിപ്പിക്കുന്ന അലങ്കാരങ്ങളായി അള്ളാഹ് നിശ്ചയിച്ച വിഷയങ്ങളിൽ ഒന്നാണ് സമ്പത്ത്. മനുഷ്യന്റെ ജനിതകമായ ഒരു അവസ്ഥ തന്നെ അള്ളാന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഇവിടെ സമ്പത്തിന് ഖൈർ എന്നാണ് പദാണ് അള്ളാഹ് പ്രയോഗിച്ചത്. ഖൈർ, അറബിയിൽ ഖൈർ എന്ന വാക്ക് സമ്പത്തിന്, ധനത്തിന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ആദിയാത്തിൽ അള്ളാഹ് പറഞ്ഞു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യർക്ക് സമ്പത്തിനോട് തീർത്താൽ തീരാത്ത ഇഷ്ടമാണ്. മനുഷ്യർക്ക് പ്രായം കൂടുന്നിടത്തോളം, വയസ്സ് കൂടുന്നിടത്തോളം 2 കാര്യങ്ങളിലുള്ള ഹിർസ് വർദ്ധിക്കുന്നതാണ്. 2 കാര്യങ്ങൾ ഹിർസ് വർദ്ധിക്കും. ഒന്ന്, സമ്പത്തിനോടുള്ള ഇഷ്ടം. സമ്പത്തിനോടുള്ള ഇഷ്ടം വയസ്സ് കൂടുന്നിടത്തോളം കൂടി വരും. ആയുസ്സിനോടുള്ള ഇഷ്ടം, ആയുസ്സിനോടുള്ള ജീവിക്കാനുള്ള ആഗ്രഹം, ഇത് രണ്ടും മനുഷ്യർക്ക് വയസ്സ് കൂടുന്നിടത്തോളം കൂടി വരുന്ന.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗകാന ഇബ്നി ആദം, ആദമിൻ്റെ പുത്രന്, മനുഷ്യർക്ക് സ്വർണത്തിൻ്റെ ഒരു താഴ്വര, ഒരു മല നിറയെ സ്വർണം, ഒരു താഴ്വര നിറയെ സ്വർണം ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൻ്റെ ആഗ്രഹം എന്താ? അടുത്ത ഒരു താഴ്വര കൂടി എനിക്ക് സ്വർണമായിരുന്നെങ്കിൽ എന്നാണ് മനുഷ്യർ ആഗ്രഹിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് മനുഷ്യൻ്റെ ഒരു സൃഷ്ടിപ്പിൽ അല്ലാഹ് നിശ്ചയിച്ച സംവിധാനിച്ചൊരു സംഗതിയാണ്. അപ്പോൾ ഈ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും. 1 രൂപ മുതൽ കോടികൾ വരെ ട്രാൻസാക്ഷൻ നടത്തുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും, ഓൺലൈനിലും ഓഫ്ലൈനിലും. അവിടെ ഈ വിഷയത്തിൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഈ പാഠങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പ്രധാനം. ഒരിക്കലും നമ്മളാരും ദാരിദ്ര്യവും കഷ്ടപ്പാടും ആഗ്രഹിക്കാൻ പാടില്ല. ഒരാളൊന്നും ചെയ്യാൻ പാടില്ല, എനിക്ക് ദാരിദ്ര്യം ഉണ്ടാകണേ, കഷ്ടപ്പാടുണ്ടാകണേ, എന്നാലേ ദുനിയാവിൽ ഞാൻ ഉഷാറാകുള്ളൂ, എൻ്റെ ജീവിതം പരലോക നഷ്ടപ്പെടാതിരിക്കുള്ളൂ എന്നാഗ്രഹിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പല പ്രാർത്ഥനകളിലും നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി. അല്ലാഹുവേ, കുഫറിൽ നിന്ന്, സത്യനിഷേധത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. അവിടെ പറഞ്ഞു വൽ ഫഖ്രി, ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. വമിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ അങ്ങേയറ്റത്ത് ദാരിദ്ര്യം വന്നാൽ, അങ്ങേയറ്റത്ത് ദാരിദ്ര്യം, അള്ളാന്റെ പരീക്ഷ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, പല നന്മകളും ഇബാദത്തുകളും ചെയ്യുന്നതിന് ആ ഫഖർ, ദാരിദ്ര്യം ചിലപ്പോ നമുക്ക് തടസ്സമാകും. അതുകൊണ്ട് ദാരിദ്ര്യം വരണം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. എന്നാൽ ഈ സമ്പത്ത് പരലോകത്തിനിക്ക് വലിയ അപകടവും അഭദ്രവും ആകും എന്ന് വിചാരിച്ചിട്ട് ദുനിയാവിൽ ഒരിക്കലും സമ്പാദിക്കാതെ, തൻ്റെ മക്കളെ പോറ്റാനുള്ള പരിശ്രമമില്ലാതെ, കുടുംബത്തിനെ പുലർത്താൻ വേണ്ടി വരുമാനം കണ്ടെത്താതെ, ഒരു ഏർപ്പാടും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ? അങ്ങനെ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നീ ആഗ്രഹിക്കേണ്ടതും നിന്റെ ജീവിതത്തിന്റെ ടാർഗറ്റും എന്താ? ദാറുൽ ആഖിറത്താണ്. അതാണ് നീ അങ്ങേയറ്റം ആഗ്രഹിക്കേണ്ടത്. ദാറുൽ ആഖിറ, പരലോകമാണ്, ആ സ്വർഗമാണ്, ആഖിറത്തിലെ ഭവനമാണ് നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കേണ്ടത്. പക്ഷേ വലാ തൻസ നസീബക മിനദ് ദുനിയ, ഈ ദുനിയാവിൽ നിനക്ക് അള്ളാഹു നിശ്ചയിച്ച വിഹിതം, അള്ളാഹ് അനുവദിച്ചത്, അത് നീ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല? മറക്കേണ്ടതില്ല. നിനക്ക് സമ്പാദിക്കാം. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് എത്രയും സമ്പാദിക്കാം. പണം നമുക്ക് എത്രയും സമ്പാദിക്കാം. ഒരു ലിമിറ്റ് ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ഇത്രേ സമ്പാദിക്കാൻ പാടുള്ളൂ, 1 ലക്ഷം, 1 കോടി, പിന്നെ സമ്പാദിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. എത്രയും സമ്പാദിക്കാം. പക്ഷേ സമ്പാദിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. ഒന്ന്, ദാലിക ഫദ്ലുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഔദാര്യാണ്. 1. 2, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, പരീക്ഷണമാണ്. 2. 3, പരലോകം ഒരിക്കലും നഷ്ടപ്പെടുന്ന അല്ലാഹ് വരച്ച വരകളുടെ, അതിർത്തികളുടെ അപ്പുറം കടന്ന് സമ്പാദിക്കാൻ പാടില്ല. എത്രയും സമ്പാദിക്കാം, പക്ഷേ ഇസ്ലാം പഠിപ്പിച്ച കുറെ അതിരുകളും വരമ്പുകളും അതിർത്തികളും ഉണ്ട്. അതിന്റെ അപ്പുറം കടക്കാൻ പാടില്ല. പിന്നെ ഈ നമ്മുടെ കയ്യിൽ വരുന്ന സമ്പത്ത് ഇത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. കാരണം അള്ളാഹ് നൽകിയതിൽ, അള്ളാഹു നമ്മുടെ കയ്യിൽ, അള്ളാഹ് നമുക്ക് നൽകിയ സമ്പത്തിൽ വേറെയും ചില അവകാശികളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവകാശികളെ നമ്മൾ അറിയണം. അതിൽ നിർബന്ധമായി കൊടുക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സറിഞ്ഞ് സംതൃപ്തിയോടുകൂടി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അനന്തരമായി നമുക്ക് ലഭിക്കുന്ന സ്വത്ത്. നമ്മുടെ വാപ്പ
നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരൻ, അങ്ങനെ അനന്തരമായി നമുക്ക് ലഭിക്കുന്ന സ്വത്ത്. അനന്തരാവകാശം എന്നുള്ള വിഷയം ഇവിടെ വേറൊരു വിജ്ഞാനവേദിയായി നിങ്ങൾ എന്ത് ചെയ്യണം? സംഘടിപ്പിക്കണം. അത് നല്ലോണം പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആൻ പറഞ്ഞത് ഖുർആൻ പ്രയോഗിച്ച അള്ളാഹു ഖുർആനിൽ പറയുന്ന ഓരോ വാക്കുകളും ഒരായത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം. പരലോകത്ത് സ്വർഗത്തിൽ ഞാൻ സമ്പന്നരെക്കാൾ കൂടുതൽ സാധുക്കളെയാണ് കണ്ടത്. അതിന്റെ അർത്ഥം എന്താ? സമ്പത്ത് നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്, എത്രയും സമ്പാദിക്കാം. പക്ഷേ പരലോകത്ത് സ്വർഗം നഷ്ടപ്പെടാനുള്ള വലിയ കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ സാമ്പത്തിക വരുമാനവും അത് ചെലവഴിക്കുന്നിടത്തും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ദുനിയാവിലെ ജീവിതവും പരലോകത്തെ സ്വർഗ ജീവിതവും രണ്ടും ഇസ്ലാം നമ്മളെ ഗൗരവപൂർവ്വം പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഈ സമയത്ത് ആ ആശയം നമുക്ക് ബോധ്യമാക്കി തരും. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച, നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവേ, അസ്ലിഹ് ലി ദീനി, എൻ്റെ ദീൻ എനിക്ക് നന്നാക്കി തരണേ. നമ്മളെ ദീൻ ഏതാ? ഇസ്ലാമാണ്. നമ്മളെ മുസ്ലിങ്ങളാണ്. ഇസ്ലാമാകുന്ന ദീനിനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിച്ച്, ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നന്നായി, ഏറ്റവും നല്ല പെർഫെക്ഷനിൽ ആ ദീനിനെ പ്രാക്ടീസ് ചെയ്യുന്ന നല്ല ഒരാളാക്കി, ദീനിനെ ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത ഒരാളാക്കി എന്നെ നീ മാറ്റണേ. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി. കാരണം എന്താ? എന്തുകൊണ്ടാ കാരണം? അല്ലദീ ഹുവ ഇസ്മത്തു അംരി. ഈ ദുനിയാവിൽ നമ്മുടെ സെക്യൂരിറ്റി, സുരക്ഷിതത്വം എന്ന് പറയുന്നത് ദീനാണ്. ഈ ദുനിയാവിൽ നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളിലുമുള്ള നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മുടെ ദീനാണ്. അതുകൊണ്ട് ദീൻ എനിക്ക് നന്നാക്കി തരണേ. ദീന് കൈവിട്ടാല് സാമ്പത്തിക രംഗത്ത് നമ്മൾ പിഴച്ചു പോകും. ദീന് പോയാല് കുടുംബരംഗത്ത് നമ്മൾ വഴിതെറ്റും. ദീന് പോയാല് ഈ റൂട്ടിലേക്ക് ഇറങ്ങിയാല് നമ്മളെ റൂട്ട് പഴക്കും. എവിടെയും നമ്മളെ ഏറ്റവും നല്ല ഒരു മനുഷ്യനാക്കി നിലനിർത്തുന്നത് നമ്മുടെ ദീനാണ്. അതുകൊണ്ട് ദീന് നന്നാക്കി തരണേ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, വഅസ്ലിഹ് ലി ദുനിയായ. അല്ലാഹുവേ, ഈ ദുനിയാവും എനിക്ക് നന്നാക്കി തരണേ. ഈ ദുനിയാവും എനിക്ക് നന്നാക്കി തരണേ. കാരണം എന്താ? അല്ലത്തി ഫീഹാ മആശി. ദുനിയാവിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ദുനിയാവ് എനിക്ക് നന്നാക്കി തരണം. പരലോകം ദീൻ എനിക്ക് നന്നാക്കി തരണം. കാരണം എൻ്റെ എല്ലാ സുരക്ഷിതത്വവും എൻ്റെ ദീനിലാണ്. അപ്പൊ ദീനും ദുനിയാവും രണ്ടും നന്നാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പാദിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഹലാലാകണം. ഇസ്ലാം ഏറ്റവും കൂടുതൽ നമ്മളെ ഗൗരവപൂർവ്വം പഠിപ്പിച്ചൊരു വിഷയമാണ് ഹലാലും ഹറാമും. ഹലാലും ഹറാമും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു കാലം വരും എൻ്റെ ഉമ്മത്തിന്. ആ കാലം വരുമ്പോൾ സംഭവിക്കുക, ആളുകൾ അവരുടെ കയ്യിലേക്ക് വരുന്ന ക്യാഷിനെ കുറിച്ച് ഇത് അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെയുള്ളതാണോ അള്ളാഹ് അനുവദിക്കാത്ത വഴിയിലൂടെയുള്ളതാണോ എന്ന ഒരു പരിഗണന, ഒരു മാനദണ്ഡം അത് വെക്കാതെ, അത് പരിഗണിക്കാതെ ക്യാഷ് കയ്യിൽ കിട്ടിയാൽ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കാലം എൻ്റെ ഉമ്മത്തിൽ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ? ഏത് കാലത്ത് ജീവിക്കുന്നവർക്കുമുള്ളൊരു വാണിംഗ് ആണത്. നമ്മൾ നമ്മുടെ കയ്യിൽ വരുന്ന ക്യാഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹറാമായ നിഷിദ്ധമായ വഴിയിലൂടെ ഉള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാ? പരലോകമുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ സമ്പത്ത് ഹലാലാകണം? എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ വരുന്ന, നമ്മൾ കഴിക്കുന്ന, നമ്മൾ ധരിക്കുന്ന, നമ്മുടെ മക്കളെ ഭക്ഷിപ്പിക്കുന്ന, നമ്മുടെ ഇണക്ക്
ഭക്ഷണം കൊടുക്കുന്ന, നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന, നമ്മൾ സ്വതക്ക കൊടുക്കുന്ന, നമ്മുടെ പള്ളി പരിപാലനത്തിന് നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ കയ്യിൽ നിന്ന് ചെലവഴിക്കുന്ന 1 രൂപയുടെ ഒരു നാണയം നമ്മുടെ ക്യാഷിൽ വരുന്നത് ഹലാലാകണം എന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നു? എന്തുകൊണ്ട് പറയുന്നു? പരലോകമുണ്ട് എന്നതുകൊണ്ട്. പരലോകമുണ്ട് എന്നതുകൊണ്ട്. പരലോകമുണ്ടല്ലോ, ഒരു സംശയമില്ലല്ലോ, പരലോകമുണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, ഒരു എല്ലിന്റെ കഷ്ണം ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇങ്ങനെ പൊടിച്ച് വിതറിയിട്ട് അയാൾ ചോദിക്കാണ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊരു മനുഷ്യന്റെ അസ്ഥിയായിരുന്നു, ഇതൊരു മനുഷ്യന്റെ അല്ലായിരുന്നു നേരത്തെ. ഇയാള് ജീവിച്ചിരുന്നു മരിച്ചു പോയൊരു മനുഷ്യന്റെ അസ്ഥിയാണ്. ഇയാളപ്പോ രണ്ടാമതും നിന്റെ റബ്ബ് ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണോ നീ പറയുന്നത്? ഈ നേരത്തെ മരിച്ചുപോയ ഈ എല്ലിന്റെ ഉടമസ്ഥനെ ഇനിയും നിന്റെ റബ്ബ് രണ്ടാമതും ജീവിപ്പിക്കും എന്നാണോ നീ വാദിക്കുന്നത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യരോട് പറഞ്ഞതെന്താ? ആ മനുഷ്യരോട് എന്താ പറഞ്ഞത്? സൂറത്തു യാസീനിൽ കുറച്ച് ആയത്ത് അള്ളാഹു ഇറക്കി ഈ ചോദ്യം ചോദിച്ച മനുഷ്യനുള്ള മറുപടിയായി. ആ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തത്. അയാളോട് പറഞ്ഞു, നബിയെ വളറബ ലനാ മസലൻ, അള്ളാഹുവിന് അങ്ങോട്ട് ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ നബിയെ നീ കണ്ടുപോ. അയാളെ എങ്ങനെ ഭൂമിയിൽ ജനിച്ചത് എന്നുള്ളത് ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തി മറന്നുപോയി. വനസിയ ഖൽഖഹു ഫഖാല, എന്നിട്ട് അയാൾ ചോദിക്കാണ്, മൻ യുഹിയിൽ ഇളാമ വഹിയ റമീം, ഈ നുരുമ്പിപ്പോയ എല്ലിന്റെ ആളെ ഇനി ആരാണ് രണ്ടാമതും ജീവിപ്പിക്കുക എന്ന് നബിയെ നിന്നോട് അയാൾ ചോദിക്കുന്നു. ഖുൽ, അയാളോട് നീ പറഞ്ഞു കൊടുക്കുക നബിയെ, യുഹിയിഹല്ലദീ അൻശഅഹാ അവ്വല മറ, ഈ എല്ല് ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ടായിരുന്നതാണ്. ആ മനുഷ്യൻ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ വളർന്ന് രൂപപ്പെട്ട മനുഷ്യരൂപം പൂണ്ട് വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അവന്റെ മാതാവിന്റെ അണ്ഡവും അവന്റെ പിതാവിന്റെ ബീജവും കൂടിച്ചേർന്ന ലുത്ഫയായിരുന്നു. അത് മറന്നിട്ടാണ് ചോദിക്കുന്നത്. അന്ന് അവനെ സൃഷ്ടിച്ചത് ആരാണോ അവൻ തന്നെ രണ്ടാമത് സൃഷ്ടിക്കും എന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പൊ പരലോകമുണ്ട്, ഒരു സംശയം വേണ്ട. പരലോകമുണ്ടോ എന്ന് സംശയമുള്ളവരോടൊക്കെ ഖുർആൻ പറഞ്ഞു തന്നോ? ആ ചോദ്യം ചോദിക്കുന്ന 80 കിലോ വെയിറ്റ് ഉള്ള ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? അയാൾക്ക് 45 വയസ്സായിക്കണമെങ്കിൽ അയാൾ 46 കൊല്ലം മുന്നത്തെ കുറിച്ച് ചിന്തിക്കണം. അയാൾ എവിടെയായിരുന്നു? എങ്ങനെയാണ് അയാൾ ഭൂമിയിൽ വന്നത്? അയാൾക്ക് വല്ല റോളുണ്ടോ? എനിക്ക് വല്ല റോളുണ്ടോ? എന്റെ നെഞ്ചിന്റെ അകത്ത് സ്പന്ദിക്കുന്ന ഹൃദയം, അത് നിയന്ത്രിക്കാനും അതിലിടപെടാനും എനിക്ക് കഴിയുമോ? എന്റെ ശരീരത്തിൽ 100 കണക്കിന് ലിറ്റർ ബ്ലഡ് അരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കിഡ്നി, അതിലിടപെടാൻ എനിക്ക് കഴിയോ? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ്, അതിലെന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത് പരലോകമുണ്ടോ, അള്ളയുണ്ടോ? അപ്പോ എന്തുകൊണ്ട് നമ്മുടെ സമ്പത്ത് ഹലാലാകണം? ഒന്ന്, പരലോകമുണ്ട്. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ പരലോകത്ത് ലാ തസൂല ഖദമാ ഇബ്നി ആദം, ആദം നബിയുടെ മക്കളായി ഈ ഭൂമിയിൽ ജനിച്ച സർവ മനുഷ്യരും 4 കാര്യത്തെപ്പറ്റി അള്ളാഹുവിനോട് പരലോകത്ത് കണക്ക് ബോധിപ്പിക്കണം. ആ കണക്ക് ബോധിപ്പിച്ചിട്ടേ, കദം എന്ന് പറഞ്ഞാൽ കാൽപാദം എന്നാണ് അറബിയിൽ. കദം, നമ്മുടെ കാലിന്റെ പാദം. ആ കദം അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ 4 കാര്യത്തെപ്പറ്റി അള്ളാഹുവിനോട് നമ്മൾ കണക്ക് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്, അതിലൊന്ന് പറഞ്ഞെന്താ? വഅൻ മാലിഹി, അവന്റെ ആയുസ്സിൽ അവന്റെ കയ്യിൽ വന്നു ചേർന്ന സമ്പത്ത്. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, 2 വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്നൊക്കെയാണ് ഈ ആയുസ്സിന്റെ ഇടയിൽ ഇൻകം, വരുമാനം വന്നത്? വഫീമ അൻഫഖഹു, ഏതെല്ലാം വഴികളിലൂടെയാണ് അത് ചെലവഴിച്ചത്? ഈ 2 കാര്യം ആദം നബിന്റെ മക്കൾ മുഴുവനും
അള്ളാന്റെ മുമ്പിൽ പറയണം. പറയാതെ പരലോകത്ത് നിന്ന സ്റ്റെപ്പ്, അവന്റെ കാൽപാദം ഒന്ന് അനക്കാൻ അവന് കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ സമ്പത്ത് ഹലാലാകണം. എന്തുകൊണ്ട്? അള്ളാന്റെ മുമ്പിൽ നമുക്ക് സുരക്ഷിതമായി മറുപടി പറയാം. നമ്മുടെ സമ്പത്ത് ഹലാലാകണം. നമ്മൾ സമ്പാദിക്കുന്നത് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ച, അനുവദിച്ച വഴിയിലൂടെയാകണം. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, പരലോകമുണ്ട്. രണ്ട്, ആ പരലോകത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ വരുമാനത്തെക്കുറിച്ചും ചെലവഴിച്ചതിനെക്കുറിച്ചും കണക്ക് പറയണം. മൂന്ന്, ഹലാലും ഹറാമും പരിഗണിക്കാത്ത ഒരു കാലം ഈ ലോകത്ത് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് പരിഗണിക്കാത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കണം. നാല്, നിഷിദ്ധമായ വഴിയിലൂടെ നമ്മൾ സമ്പാദിച്ചാൽ നമ്മുടെ സമ്പത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടും. എന്താ ബറക്കത്ത്? ബറക്കത്ത് എന്നുള്ള വാക്കിന് അനുഗ്രഹം എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയും. ബറക്കത്ത്, അനുഗ്രഹം. എന്താ ബറക്കത്ത്? അള്ളാഹു നമുക്ക് നൽകുന്ന ഖൈറ് അത് സ്ഥിരമായി നിൽക്കുക, അതിൽ വർധനവുണ്ടാവുക, അതാണ് ബറക്കത്ത്. ബറക്കത്ത് എന്താണ്? അള്ളാഹ് നമുക്ക് നൽകുന്ന നന്മകൾ, ആരോഗ്യമാണെങ്കിലും മക്കളാണെങ്കിലും സമ്പത്താണെങ്കിലും എന്താണെങ്കിലും ആ ഖൈറ് വർദ്ധിക്കുകയും സ്ഥിരമായി അത് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബറക്കത്ത്. ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് മാസത്തിൽ ഒരു 5000 അല്ലെങ്കിൽ 10000 രൂപയെ ഒരു മാസത്തിൽ വരുമാനമുള്ളൂ. അള്ളാഹു അതിൽ ബറക്കത്ത് കൊടുത്താൽ, അനുഗ്രഹം നൽകിയാൽ, അതുകൊണ്ട് അയാളും അയാളുടെ കുടുംബവും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കും. ഒരാൾക്ക് ഒരു മാസത്തിൽ 1,00,000 രൂപ, 2,00,000 രൂപ ഇൻകം ഉണ്ട്, അതിൽ ബറക്കത്തൊന്നുമില്ല, അയാൾക്കത് തികയില്ല, അതുകൊണ്ടൊന്നും മതിയാവൂല. ഓരോ പണികൾ ഇങ്ങനെ ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ബറക്കത്ത് നഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം ചെയ്യുന്നിടത്ത് പറഞ്ഞു, കച്ചവടം ചെയ്യാറെന്താ? ഒരു വാങ്ങുന്ന ആളുണ്ടാവും, ഒരു വിൽക്കുന്ന ആളുണ്ടാവും. ബൈഅ എന്നാണ് കച്ചവടത്തിന് അറബിയിൽ പറയുക. അൽ ബൈഅനി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടത്തിനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു പാഠാണ്. ഇവിടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. അൽ ബൈഅനി, വാങ്ങുന്നവനും വിൽക്കുന്നവനും, കച്ചവടം ചെയ്യുന്ന, കച്ചവടത്തിൽ ഏർപ്പെടുന്ന രണ്ടുപേർ. ബിൽ ഖിയാരി, അവർക്ക് തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാലം യതഫറഖ, അവർ കച്ചവടം ചെയ്ത സ്ഥലത്തു നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തിനൊരു വസ്തു കച്ചവടം ചെയ്യാണ്. ഞാൻ വിൽക്കുന്ന ആളും ഇയാൾ വാങ്ങുന്ന ആളുമാണ്. എന്നിട്ട് അവിടെ കച്ചവടമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ്, അല്ല അത് കച്ചവടം ചെയ്യണ്ട, അത് എനിക്ക് തന്നെ വേണം എന്ന് തോന്നിയാൽ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് തരുന്നില്ല, അത് എനിക്ക് തന്നെ വേണം എനിക്ക് പറയാം. നിന്റെ അടുത്ത് നിങ്ങൾ വാങ്ങിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, അല്ല അത് വേണ്ട, എനിക്കത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് പറയാം എന്താണ്? എനിക്ക് കച്ചവടം തൽക്കാലം താല്പര്യമില്ല, എനിക്കത് വേണ്ട. അതാണ് അൽ ബൈഅനി. അവർക്ക് ഖിയാറുണ്ട്. മാലം യതഫറഖ, അവിടുന്ന് പിരിഞ്ഞു പോകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇൻ സ്വദഖ, ഈ കച്ചവടം ചെയ്യുന്ന വസ്തു അതിനെപ്പറ്റി അതിൽ സത്യസന്ധത പുലർത്തി. ഒരു വണ്ടിയാണ് അല്ലെങ്കിൽ ഇന്ന വസ്തുവാണ്, അതിന്റെ കുറവും ന്യൂനതയും അതിന്റെ ഗുണങ്ങളും ഉള്ളതുപോലെ പറഞ്ഞു, അതിൽ സത്യസന്ധത പുലർത്തി. വബയ്യന, അതുള്ളതുപോലെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ ബൂരിക ലഹുമ, അത് വിൽക്കുന്ന ആളിനും അത് വാങ്ങുന്ന ആളിനും അള്ളാഹു അതിൽ ബറക്കത്ത് ചൊരിയും. നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മളൊരു വസ്തു കച്ചവടം ചെയ്യുമ്പോൾ നമ്മളെ വണ്ടി വിറ്റുപോകാൻ വേണ്ടി ഇല്ലാത്ത ഗുണങ്ങൾ, കളവ് അതിൽ ചേർത്ത് പറയരുത്. നമ്മുടെ സ്ഥലം വിറ്റുപോകാൻ വേണ്ടി ഇല്ലാത്ത കളവുകൾ ചേർത്തത് പറയരുത്. കുറവുകൾ, ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക. ഏത് വസ്തു കച്ചവടം ചെയ്യുമ്പോൾ ഉള്ളതുപോലെ സത്യസന്ധമായി മറച്ചു വെക്കാതെ കളവ് ചേർക്കാതെ പറഞ്ഞ് കച്ചവടം ചെയ്താൽ ബൂരിക ലഹുമ, വാങ്ങുന്ന ആളിനും വിൽക്കുന്ന ആളിനും അള്ളാഹു അതിൽ ബറക്കത്ത് ചൊരിയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇൻ കതമ, അത് മറച്ചു വെച്ചു, അതിലെ കുറവും കുറ്റമൊക്കെ ന്യൂനതൊക്കെ മറച്ചു വെച്ചു, ഒളിപ്പിച്ചു വെച്ചു. വകദബ, എന്നിട്ട് കളവും ചേർത്ത് പറഞ്ഞു.
ഇല്ലാത്ത കുറെ ഗുണങ്ങളും സിഫത്തൊക്കെ കളവ് ചേർത്ത് പറഞ്ഞാൽ മുഹിക്കത്ത് ബറക്കത്തു ബൈഇഹിമ, രണ്ടുപേരുടെയും കച്ചവടത്തിന്റെ ബറക്കത്ത് അള്ളാഹു മായ്ച്ചു കളയും. അപ്പൊ ബറക്കത്ത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഹലാലല്ലാത്ത മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിച്ചാൽ അതിൻ്റെ ബറക്കത്ത് മായ്ച്ചു കളയപ്പെടും. ജീവിതത്തിൻ്റെ ഒരു ആധാരമായി നമ്മുടെ സമ്പത്തിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന വഴികൾ ശുദ്ധമാകണം എന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾ എന്തുകൊണ്ട് ജാഗ്രത പാലിക്കണം? അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഓരോന്നോരോന്ന് മനസ്സിലാക്കി വരുന്നത്. അതിലൊന്ന് പറഞ്ഞു, അതിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ബറക്കത്ത് അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രത്തിലുള്ള ഭക്ഷണം മുഴുവനും തുടച്ച് വൃത്തിയാക്കി കഴിക്കണമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതിലാണ് അള്ളാഹു ബറക്കത്തിനെ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മൾ കഴിക്കാതെ ബാക്കിയാക്കി വേസ്റ്റാക്കി കളയുന്ന ഒഴിവാക്കുന്നതിലാണോ അള്ളാഹ് ബറക്കത്ത് നിക്ഷേപിച്ചത് എന്ന് നമുക്കറിയില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ബറക്കത്ത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയം നമുക്കറിയാം. ആ കാലത്ത് മക്കയിലുള്ള ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നല്ല ആരോഗ്യത്തിൽ വളരാൻ വേണ്ടി അങ്ങ് ത്വഈഫിലെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്ക് അവരുടെ അടുക്കൽ പാലൂട്ടാനും മുലയൂട്ടാനും കൊടുത്തയക്കും. അങ്ങനെ ആ ത്വഈഫിലുള്ള അവിടെയുള്ള ആളുകൾക്ക് അവരുടെ ആടുകളെ മേയ്ക്കുന്ന ക്ഷാമത്തിൻ്റെ വരൾച്ചയുടെ കാലത്ത് അവർ മക്കയിൽ വന്ന് ചെറിയ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പാലൂട്ടാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി അതിന് കിട്ടുന്ന വരുമാനം അതവരുടെ ഒരു വരുമാന മാർഗം കൂടിയാണ്. അങ്ങനെ അവർ മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാലൂട്ടി വളർത്തിയ ഉമ്മു ഐമൻ, അതുപോലെ ഹലീമ ബീവി, അവരുടെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. അവര് ഉമ്മു ഐമനും അവരുടെ ഭർത്താവും അവരുടെ കുട്ടിയും അവർ വരുന്ന രംഗമുണ്ട്. മക്കയിലേക്ക് വരുമ്പോൾ അവരുടെ കൂടെ ഒരു നടക്കാൻ കഴിയാത്ത ഒരൊട്ടകം, ശരിക്ക് ഒരു കഴുത, നല്ല രൂപത്തിൽ ഒട്ടകം, സ്പീഡില്ലാത്ത പ്രായം ചെന്ന പാല് കറവ ഏകദേശം വറ്റാറായ ഒരൊട്ടകം. ഈ ഉമ്മു ഐമന് തന്നെ അവരുടെ കുഞ്ഞിന് കൊടുക്കാനുള്ള പാല് പോലും മര്യാദക്കില്ല. അങ്ങനെ അവർ മക്കയിൽ വന്ന് ഓരോരുത്തരും ഓരോ കുട്ടികളെ ദത്തെടുത്ത് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ മുമ്പിൽ നബിയുടെ ഉമ്മ ആമിന കൊണ്ടുവന്ന് വെക്കുന്ന രംഗണ്ട് ചരിത്രത്തിൽ. അപ്പോൾ അവർ കുട്ടിക്കുപ്പല്ല, അബ്ദുള്ള നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്, അവർ ഈ കുട്ടിയെ ഏറ്റെടുക്കുന്നില്ല. അപ്പം എന്താ കാര്യമായിട്ട് വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? ഈ കുട്ടിയെ പാലൂട്ടി വളർത്താൻ കൊണ്ടുപോകുമ്പോൾ വല്ലതും കിട്ടണം കുട്ടീൻ്റെ ഉപ്പാൻ്റെയും കുടുംബത്തു നിന്നും. അപ്പോൾ ഒന്നുമില്ല, ധനാഥനായൊരു കുട്ടിയാണ്, വല്ലതും കിട്ടുമോ? അവിടെ അവർ ആദ്യം ഏറ്റെടുക്കാതെ തിരിച്ചു പോകുന്ന സമയത്ത്, രണ്ടാമത് പോകുന്ന സമയത്ത് പറയാണ്, ചിലപ്പോൾ അതൊരു അനാഥ കുട്ടിയല്ലേ, ആ കുട്ടിയെ കൊണ്ടുപോയാൽ നമുക്ക് വല്ല അനുഗ്രഹവും കിട്ടിയാലോ, നമുക്ക് ഏറ്റെടുക്കാം എന്ന് ഭർത്താവിനോട് അവർ സംസാരിച്ച് രണ്ടാമത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കുകയാണ്. അല്ലാഹു റസൂലിനെ ഏറ്റെടുത്ത് മടിയിൽ വെച്ച് അവരുടെ വാഹനപ്പുറത്ത് കയറി അവർ പോകുന്ന രംഗം ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിനെ മടിയിൽ വെച്ചപ്പോഴേക്കും അവരുടെ മാരടത്തിൽ പാല് നിറഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ ഒരു കുട്ടിയുണ്ട്, സ്വന്തം ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന് പാല് കൊടുക്കാനില്ലാഞ്ഞിട്ട് ആ കുഞ്ഞ് മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ആ കുഞ്ഞിനും റസൂലുള്ളാഹിക്കും പാല് കൊടുത്തു. അവരുടെ ഒട്ടകത്തിൻ്റെ അകിടിൽ പാല് നിറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ വന്നു ചേർന്ന ആ നിമിഷം മുതൽ അവർക്ക് അള്ളാഹു കൊടുത്ത ബറക്കത്തിനെ, അനുഗ്രഹത്തിനെ അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റണം. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ ബറക്കത്ത്, അനുഗ്രഹം എന്നുള്ളത് നിസ്സാര കാര്യമല്ല, അത് വലിയൊരു സംഭവമാണ്. അള്ളാഹു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്.
കുറേ ഉണ്ടാകണ്ട, ഉള്ളതിൽ ബറക്കത്തുണ്ടാവണം. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും നിഷിദ്ധമായ വഴികളിലൂടെ വന്നാൽ. നമുക്കറിയാം, പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന 2-3 വഴികൾ. ഒന്ന്, ജോലിക്ക് ശമ്പളമായി വരുന്ന വരുമാനമാണ്. രണ്ടാമത്തെ ഒന്ന് കച്ചവടമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് കച്ചവടമായിരിക്കും. പിന്നെ ഒന്ന് കൃഷിയാണ്. ഈ 2-3 സംഗതികളിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം നമ്മിലേക്ക് വന്നു ചേരുന്നത്. ഇവിടെ ഓരോ വഴിയിലും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുകയും ജാഗ്രതയും പുലർത്തണം. ഇപ്പോൾ സർക്കാർ ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ ആ സർക്കാർ പറയുന്ന പണി അതിൽ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആ ജോലി ചെയ്യണം, ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങരുത്. നമുക്കറിയാം, കൈക്കൂലി എന്നുള്ളൊരു സംഗതി വ്യാപകമാണ്, നാടുകളിൽ വ്യാപകമാണ്. ആ വിഷയത്തിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം വളരെ ഗൗരവപൂർവ്വം ജാഗ്രതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി പറഞ്ഞ വചനം എന്തെന്ന് വെച്ചാൽ, ലഅനല്ലാഹു റാശി വൽ മുർത്തശി. കൈക്കൂലി കൊടുക്കുന്നവനും കൈക്കൂലി വാങ്ങുന്നവനും ഒക്കെ അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയരാണ്. അപ്പം ശമ്പളം പറ്റുന്ന ജോലി ചെയ്യുന്നവർ ആ സംഗതി നിവർത്തി കൊടുക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വേറൊരു വഴിയിലൂടെ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കച്ചവടം ചെയ്യുന്നവർ നമുക്കറിയാം, ഇവിടെ പറഞ്ഞു, അതിൽ സത്യസന്ധമായ കച്ചവടം ചെയ്യണം. പൂഴ്ത്തിവെപ്പ്, കൊള്ളലാഭം, വഴിയിൽ വെച്ചുള്ള കച്ചവടം, അത് മാർക്കറ്റിൽ എത്തുന്നതിൻ്റെ മുമ്പ് മാർക്കറ്റ് വില അറിയാത്തൊരാളെ പറ്റിക്കുക, ഊഹം വെച്ചുള്ള കച്ചവടം. ഇങ്ങനെ കച്ചവടം എന്നുള്ളൊരു വിഷയം വേറെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. ലഹരി വസ്തുക്കളുടെ കച്ചവടം. അപ്പം നമുക്കറിയാം, പത്രം നമ്മൾ നിവർത്തി വെച്ചാൽ ലഹരിക്കേസിൽ പോലീസ് പിടിക്കാത്ത വാർത്ത ഇല്ലാത്ത ഒരു ദിവസം പോലും വാർത്ത ഉണ്ടാവില്ല. എല്ലാ ദിവസവും പിടിക്കുന്നുണ്ട്. എല്ലാ സമുദായത്തിലെ ആളുകൾ അതിലുണ്ട്. അപ്പം എന്താ, കുറഞ്ഞ അധ്വാനം കൊണ്ട് നല്ല വരുമാനം കിട്ടും എന്നുള്ളതാണ് ഈ ലഹരി വസ്തുക്കളുടെ കച്ചവടത്തിൻ്റെ പിന്നിലുള്ള ആളുകൾ കൂടാനുള്ള കാരണം. കുറഞ്ഞ ചെറിയ ഏർപ്പാട് കൊണ്ട് നല്ല വരുമാനം ഉണ്ടാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം വളരെ ഗൗരവപൂർവ്വം പഠിപ്പിച്ച, അല്ലാഹു റസൂൽ പറഞ്ഞു, പിന്നെ വലാ തആവനു, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വതആവനു അലൽ ബിർരി വത്തഖ്വ. നല്ല കാര്യത്തിൽ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. തെറ്റിൻ്റെയും തിന്മയുടെയും കാര്യത്തിൽ ഒരു സഹകരണവും ഉണ്ടാവാൻ പാടില്ല, ഒരു സഹായം ഉണ്ടാവാൻ പാടില്ല. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. തിന്മകളുടെ കാര്യത്തിലുള്ള ഒരു സഹായവും ഒരു സഹകരണവും സത്യവിശ്വാസികൾ ചെയ്യാൻ പാടില്ല. അതേപോലെ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹ് ശപിച്ചിട്ടുണ്ടെന്നാണ്. അത് കുടിക്കുന്നവനെയും ആ ലഹരി വസ്തു ഉപയോഗിക്കുന്നവനെയും അത് വിൽക്കുന്നവനെയും അത് വാറ്റുന്നവനെയും അത് വഹിക്കുന്നവനെയും അത് കൊണ്ടുപോകുന്നവനെയും അതിന് ജാമ്യം നിൽക്കുന്നവനെയും അതുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഏർപ്പെടുന്നുണ്ടോ അവരൊക്കെ ശപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ കാര്യം എന്ത് ചെയ്യണം, അവിടെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതിൽ 6ാമത്തെ വിഷയം എന്താ അറിയോ, ഈ നിഷിദ്ധമായ ഹറാമ് നമ്മുടെ സമ്പത്തിൽ കൂടിക്കലർന്നാൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, കുട്ടിൻ്റെ അസുഖം മാറണം, അല്ലെങ്കിൽ ഭാര്യൻ്റെ അസുഖം സുഖപ്പെടണം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണം. അങ്ങനെ ദുനിയാവിൻ്റെ കാര്യത്തിലും പരലോകത്തിൻ്റെ കാര്യത്തിലും പല പ്രാർത്ഥനകളും നമ്മൾ നടത്തും. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വിഷയം അയാളുടെ സമ്പത്ത് ഹറാമ് കലർന്നതാണ് എന്നതാണ്. ഒരാൾ ജടകുത്തിയ മുടിയും പൊടിപുരണ്ട ഡ്രസ്സുമായി ഇങ്ങനെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാൾ ആകാശലോകത്തേക്ക് കൈകുയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, യാ അള്ളാഹിനോട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മശ്റബുഹു ഹറാമുൻ, അയാൾ കുടിക്കണ വെള്ളം നിഷിദ്ധമായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയതാണ്. വമൽബസുഹു ഹറാമുൻ, അയാൾ ധരിച്ച വസ്ത്രം നിഷിദ്ധമായ ഹറാമിലൂടെ സമ്പാദിച്ചതാണ്. വമത്അമുഹു ഹറാമുൻ, അയാൾ കഴിക്കണ ഭക്ഷണം അതും നിഷിദ്ധമായ ഹറാമായ വഴിയിലൂടെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഫഅന്നാ യുസ്തജാബു ലഹു,
പിന്നെ എങ്ങനെയാണ് അയാൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? വഖുദിയ ബിൽ ഹറാം, അയാളുനാൽ തന്നെ ഹറാമിനാൽ രൂപപ്പെടുത്തപ്പെട്ട ഊട്ടപ്പെട്ട ഒരു ശരീരമാണ്. അപ്പൊ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല, നരകം അയാൾക്ക് നിർബന്ധമാകും. ഇതിന്റെ ഏഴാമത്തെ ഒരു വിഷയം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുമ ജിസ്മിൻ, ഒരു ശരീരം, നബത മിനൽ ഹറാം, ഹറാം കൊണ്ട് വളർന്ന ഒരു ശരീരം, ലോട്ടറി ടിക്കറ്റ് വിൽക്കുക, ലോട്ടറി അടിച്ച പൈസ ഉപയോഗിക്കുക, ചൂതാട്ടത്തിലൂടെ, ചീട്ടുകളിയിലൂടെ, ലഹരി വസ്തുക്കൾ വിറ്റു, ലഹരി വസ്തുക്കൾ വാങ്ങി, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ, അങ്ങനെ തുടങ്ങി പല വഴികളിലൂടെ, നിഷിദ്ധമായ വഴിയിലൂടെ സമ്പാദിച്ച് രൂപപ്പെട്ട വളർന്ന ഒരു ശരീരം, ഫന്നാറു ഔലാ ബിഹി, ആ ശരീരത്തിന് ഏറ്റവും അർഹമായ സ്ഥലം നരകമാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ പട്ടിണി കിടന്ന് 2, 3, 4 ദിവസം വെള്ളം മാത്രം കുടിച്ച റസൂലുള്ളാഹിന്റെ സ്വഹാബ വനിതകളും മക്കളും വീട്ടിൽ നിന്ന് ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങാണ്, ഇന്ന് ഞാൻ നിനക്കും മക്കൾക്കും എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ സമ്പാദിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന ഭർത്താവിൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഭാര്യ പറയാണ്, ഇയ്യാക വകസ്ബൽ ഹറാം, നിങ്ങളെ സൂക്ഷിക്കണം, ഹറാമ് സമ്പാദിക്കുന്നതും നിങ്ങൾ സൂക്ഷിക്കണം. ഭർത്താവിനോട്, ഇന്നാ നസ്ബിറു അലൽ ജൂ, ഇനിയും ഞാനും മക്കളും വെള്ളം മാത്രം കുടിച്ച് ക്ഷമിച്ച് സഹിച്ച് വിശപ്പ് സഹിച്ച് ജീവിക്കാൻ ശ്രമിക്കാം, പക്ഷെ വലാ നസ്ബിറു അലന്നാർ, നരകത്തിൻ്റെ തീ ഞങ്ങൾക്കൊരിക്കലും ഇനി തടുക്കാൻ കഴിയില്ല, ഒരിക്കലും അത് താങ്ങാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ വനിതകൾ അവരുടെ ഭർത്താക്കന്മാരോട് പട്ടിണി കിടക്കുമ്പോൾ പറയാൻ കാരണം എന്താ? നിഷിദ്ധമായത് കഴിച്ച് വളർന്ന ശരീരം അത് നരകത്തിലാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിൻ്റെ വസിയത്ത് എന്താ നമ്മളോട്, വിശ്വാസികളോട്? യാ അയ്യുഹന്നാസ്, മനുഷ്യരോട് തന്നെ, കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ, മനുഷ്യരെ, കുലു മിമ്മാ ഫിൽ അർള്, നിങ്ങൾ എന്താ കഴിക്കേണ്ടത്? ഹലാലൻ ത്വയ്യിബൻ, നിങ്ങൾക്ക് അനുവദിച്ചതാകണം, ത്വയ്യിബാകണം, ഹലാലായ മാർഗത്തിലൂടെ കിട്ടിയതാവണം, ത്വയ്യിബാവണം. നിഷിദ്ധമായ വഴിയിലൂടെ കിട്ടിയത് നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ കൽപ്പനയാണ്. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഫകുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ ഹലാലും ത്വയ്യിബുമായത് നിങ്ങൾ കഴിക്കണം. അപ്പൊ ഈ ഹലാല്, ത്വയ്യിബ്, വയറിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നിടത്ത് കാണാൻ പറ്റും. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരു ഉരുള പോലും അദ്ദേഹത്തിൻ്റെ വായിലേക്ക് അദ്ദേഹം വെച്ചിട്ടില്ല. ഈ ഉരുള ഇത് ഏത് വഴിയിലൂടെ രൂപപ്പെട്ടു വന്നതാണ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലാതെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭൃത്യൻ ഒരു ഭക്ഷണം കൊണ്ടുവന്നിട്ട് അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഭൃത്യൻ ഒരു ഭക്ഷണം കൊണ്ടുവന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകി. അതിങ്ങനെ കഴിച്ചു കഴിഞ്ഞേക്ക് ആ ഭൃത്യൻ പറയാണ്, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ചില ജ്യോത്സ്യപ്പണികളൊക്കെ ചെയ്തിരുന്നു, അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായി കിട്ടിയ ഒരു കൂലി കിട്ടി, അതുകൊണ്ട് വാങ്ങിയതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വായിൽ കൈയിട്ടിട്ട് അത് ഛർദ്ദിച്ചു കളഞ്ഞു എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി റസൂലുള്ളാഹിന്റെ സ്വഹാബികളുടെ ജാഗ്രതയും ശ്രദ്ധയും. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി അവിടെ കൂട്ടിയിട്ട ബൈത്തുൽ മാലിലെ ഒരു ഈത്തപ്പഴെടുത്ത് വായിലേക്ക് വെച്ചപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മോനെ അത് തുപ്പ് എന്ന് പറഞ്ഞ ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം എന്താ? അള്ളാഹ് അനുവദിക്കാത്ത ഒരു വഴിയിലൂടെയുള്ള ഒന്നും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കരുത് എന്ന ശ്രദ്ധയും ജാഗ്രതയുമാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, ലാ യദ്ഖുലുൽ ജന്ന ജസദുൻ ഉഗ്ദിയ ബിഹറാമിൻ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല ഒരു ശരീരം. ലാ യദ്ഖുലുൽ ജന്ന ജസദുൻ, ഒരു ശരീരം സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഉഗ്ദിയ ബിഹറാമിൻ, ഹറാമിനാൽ രൂപപ്പെട്ട, ഊട്ടപ്പെട്ട, വളർത്തപ്പെട്ട ഒരു ശരീരം, അത് സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ അതല്ലോ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഒരു വാഹനമില്ല, തിരക്കു പിടിച്ച ഒരു ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് പ്രയാസപ്പെട്ട് യാത്ര ചെയ്യേണ്ടി വന്നാലും
പലിശക്ക് പണമെടുത്ത് ഒരു വാഹനം നമ്മൾ വാങ്ങരുത്. നമുക്കൊരു സ്മാർട്ട് ഫോൺ ഇല്ല, പണ്ടത്തെ ഒരു ഫോണുള്ളൂ. നമുക്ക് ലോണിനും പലിശക്കും ഒക്കെ ഫോൺ തരാൻ ആളുകളുണ്ട്. നമുക്ക് പഴയ ഫോൺ മതി തൽക്കാലം. പലിശ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അങ്ങനത്തെ ഒരു ഫോണ് വാങ്ങരുത്. നമ്മുടെ വീടിൻ്റെ ചുമരുകൾ ചെത്തി തേച്ചിട്ടില്ല, ഇപ്പോഴും ചെങ്കല്ലാണ്. നമ്മുടെ വീടിൻ്റെ ആധാരം കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്താൽ നമുക്ക് ക്യാഷ് കിട്ടും, നമ്മുടെ വീടും നല്ല ഭംഗിയുള്ള വീടാകും. ആ ചെത്തിത്തേക്കാത്ത വീട്ടിലായിരിക്കും നമുക്ക് സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുക. കാരണം എന്താ? അള്ളാഹുവും അവൻ്റെ റസൂലും വരച്ച വര, ആ വരയുടെ അപ്പുറം നിൽക്കുന്നവർക്ക് അവരുടെ സ്വസ്ഥതയും സമാധാനവും അനുഗ്രഹവും ഒക്കെ മായ്ക്കപ്പെടും. അതുകൊണ്ട് സമ്പത്ത് എന്നുള്ളത് സമ്പാദിക്കുന്നിടത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു പാർട്ടാണ് പലിശ എന്നുള്ളത്. അവിടെയും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരും ആളുകൾ പലിശയുടെ പൊടി പറ്റാത്ത ഒരാൾ പോലും ഇല്ലാത്തൊരു കാലം ഈ ഭൂമിയിൽ സംജാതമാകുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കണം. ശിർക്കും കുഫറും കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഏറ്റവും ഗൗരവപൂർവ്വം പറഞ്ഞൊരു വിഷയം പലിശയാണെന്ന് പ്രമുഖരായ പണ്ഡിതന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പലിശയുടെ ഏറ്റവും നിസ്സാരമായതുപോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാളും ഗുരുതരമാണെന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ പലിശയുടെ ഗൗരവം എത്രയാണ് പ്രിയപ്പെട്ടവരെ? എത്രയാണ്? വളരെ കൂളായിട്ട് ആളുകൾ ബാങ്കിൽ പോയി പണയം വെച്ച് പലിശക്ക് പണെടുക്കുകയാണ്. എന്തിനാണ്? ഉള്ള വീടിൻ്റെ ടൈല് മാന്തിപ്പൊളിച്ച് അതിൻ്റെ ഗ്രാനൈറ്റ് ആക്കാൻ, വീടിൻ്റെ മുറ്റം ഇൻ്റർലോക്ക് ചെയ്യാൻ, ഉള്ള വാഹനം മാറ്റി വേറൊരു വാഹനം ആക്കാൻ, അങ്ങനെ വളരെ നിസ്സാരമായി വളരെ ലാഘവത്തോടു കൂടിയാണ് പലിശയുടെ ഇടപാട്. അതല്ലാത്ത നാട്ടിലുള്ള വട്ടിപ്പലിശകളിൽ പോയി തലവെക്കുന്നവർ വേറെ, അങ്ങനെ പലിശ വാങ്ങുന്നവർ. ഇനി പലിശക്ക് കൊടുത്തിട്ട് ആ സമ്പാദിച്ച് കഴിക്കുന്ന ആളുകളോ? ചിലർ മാന്യന്മാരായി നടന്നിട്ട് എന്ത് ചെയ്യും? പലിശ എന്നുള്ള പേരില്ല, വേറെന്തെങ്കിലും പേര്, ലാഭത്തിന്റെ കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ലാഭത്തിന്റെ ഏർപ്പാട് പറഞ്ഞിട്ടാണ് പലിശ ഉപയോഗിക്കുന്നത്. മിഅ്റാജിന്റെ രാത്രിയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ പോകുമ്പോൾ പല പേടിപ്പെടുത്തുന്ന കാഴ്ചകളും കണ്ടിട്ടുണ്ട്. അതിൽ കണ്ട ഒരു കാഴ്ച, രക്തത്തിന്റെ ഒരു തടാകത്തിൽ ഒരാളിങ്ങനെ നീന്തി കര പറ്റാൻ വേണ്ടി പെടാപാട് വിടുക. അങ്ങനെ കരയുടെ അടുത്തെത്തുമ്പോഴേക്കും കരയിൽ നിൽക്കുന്ന ആൾ വലിയ കല്ലുകൾ എടുത്ത് അയാളുടെ തലയിലേക്ക് ഞെറിയുമ്പോൾ അയാൾ മറുകരയിലേക്ക് ആ രക്തത്തിന്റെ തടാകത്തിലൂടെ നീന്തുകയാണ്. പേടിപ്പെടുത്തുന്ന ഈ കാഴ്ച കണ്ട മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നുണ്ട്, ജിബ്രീൽ എന്താണിത്, ആരാണിത്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്ത ആ സംഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിൽ പലിശ തിന്ന വ്യക്തിയാണത്. അപ്പൊ പലിശയുമായി ബന്ധപ്പെട്ട് അത് വളരെ ഗൗരവമാണ്. പലിശ കൊടുക്കുന്നവനും പലിശ വാങ്ങുന്നവനും പലിശക്ക് സാക്ഷി നിൽക്കുന്നവനും അതിൻ്റെ എഴുത്തുകാരനുമൊക്കെ ശപിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും പലിശയിലേക്ക് ഞാൻ അടുക്കില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. കാരണം എന്തറിയോ, ഈ പലിശയിലൊക്കെ തലവെച്ച ആളുകൾ രക്ഷപ്പെടുക വളരെ എത്രമാത്രം അപകടത്തിലും പ്രയാസത്തിലുമാണ്. ഒരുപാട് കഥകൾ, വാർത്തകൾ, നമുക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മൾ നല്ലോണം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇമാം മാലിക് റഹ്മഹുല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്കറിയാം, വഞ്ചന, വഞ്ചിച്ചെടുക്കുന്ന മുതലുകൾ, ആ സമ്പത്ത്, അത് പരലോകത്ത് അതും കൊണ്ട് ആളുകൾ വരുന്നതാണ്. ഒരാളെ മോഷ്ടിക്കുക, വഞ്ചിക്കുക, അങ്ങനെ ചതിയിലൂടെ വഞ്ചനയിലൂടെ മറ്റൊരാൾക്ക് അർഹതപ്പെട്ട ഒരു വസ്തു, ഒരു വിഹിതം, അത് സ്വത്തായാലും സമ്പത്തായാലും വസ്തുക്കളായാലും വഞ്ചിച്ചെടുത്തത്, അതും കൊണ്ട് പരലോകത്ത് അയാൾ വരുമെന്നുള്ളത് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാൻ 161 ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പത്തും സമ്പാദ്യങ്ങളും ഏറ്റവും വിശുദ്ധമായ വഴിയിലൂടെ ആകാൻ വേണ്ടി നമ്മൾ നന്നായി പരിശ്രമിക്കണം. അതിൽ നിഷിദ്ധങ്ങൾ കലരരുത്. സുബൈ നമസ്കാരം കഴിഞ്ഞാൽ ഒരു സ്വഹാബി ഓടുമായിരുന്നു. തൻ്റെ മക്കള് അടുത്ത വീട്ടുകാരൻ്റെ ഈത്തപ്പഴങ്ങാനും കഴിക്കുമെന്ന് പേടിച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് വീഴുന്നത് ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് കടം എന്നുള്ളത്. സമ്പത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഗതിയാണ് കടം. ഈ കടം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പേടിച്ച പോലെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. റസൂലുള്ളാഹിൻ്റെ മുഖം കണ്ടിട്ട് സ്വഹാബികൾക്കൊന്നും ചോദിക്കാൻ ധൈര്യമല്ല. പിറ്റേ ദിവസം സുബൈ നമസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, നബി എന്തേ ഇന്നലെ രാത്രി? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, എന്താണ്? ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി, അയാൾക്ക് വീണ്ടും ജീവൻ കിട്ടി, അയാൾക്ക് വീണ്ടും അയാൾ രക്തസാക്ഷിയായി. അങ്ങനെ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം 3 പ്രാവശ്യം രക്തസാക്ഷിയായിട്ടും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. കാരണം എന്താ? അയാൾക്ക് കടമുണ്ട്. കടം എന്നുള്ളത് വളരെ വലിയ ഗൗരവമേറിയ വിഷയമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ ബഖറയിൽ ആയത്തുദ്ദൈൻ, കടത്തിന്റെ ആയത്താണ്, കടവുമായി ബന്ധപ്പെട്ട ആയത്താണ്. അപ്പോ കടം വരാതിരിക്കാൻ ഒരുപാട് അടിയന്തര ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ ആശുപത്രി ചെലവുകൾ, അങ്ങനെ കടം വരും. താമസിക്കുന്ന വീടിൽ പിന്നെ പല പരീക്ഷണങ്ങളും അപകടങ്ങളും വന്ന് പെട്ടെന്നൊരു വീടുണ്ടാക്കുക, കടങ്ങൾ വരും. അങ്ങനത്തെ പരീക്ഷണം അല്ലാഹു നമുക്ക് നൽകാതിരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് വെച്ചാൽ അധിക കടങ്ങളും വരുന്നത് പലപ്പോഴും എന്താണ്? ധൂർത്തിന്റെ വഴികളിലൂടെയാണ്. അനാവശ്യമായ ധൂർത്ത്, വിവാഹത്തിന്റെ, വാഹനത്തിന്റെ, വീടിന്റെ, തങ്ങൾക്ക് അള്ളാഹ് നിശ്ചയിച്ച ഈ ഭൂമിയിൽ തങ്ങളുടെ കഴിവിനും കപ്പാസിറ്റിക്കും അനുസരിച്ച് ഉള്ളതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാണ്? ആഗ്രഹിച്ചിട്ട് ധൂർത്തിന്റെ വഴിയിലൂടെയാണ് പലർക്കും കടം വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനം നിങ്ങൾ നോക്കൂ, മൻ ഫാറഖ അർറൂഹ മിനൽ ജസദ് വഹുവ ബരീഉ മിൻ സലാസിൻ ദഖലൽ ജന്ന. ഒരാളുടെ ശരീരത്തിൽ നിന്ന് അയാളുടെ റൂഹ് വേർപ്പെടുന്ന സമയത്ത് 3 കാര്യത്തിൽ നിന്ന് അയാൾ സുരക്ഷിതനാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അയാൾ മരിക്കുന്ന സമയത്ത് 3 കാര്യത്തിൽ അയാൾ സുരക്ഷിതനാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറഞ്ഞു, 1 അൽ കിബർ, അയാൾക്ക് അഹങ്കാരിയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. 2 വദ്ദൈൻ, കടമില്ല. 3 വൽ ഗുലൂൽ, ഒരാളെയും വഞ്ചിച്ച് ചതിച്ച് അയാൾ ഒരു കാര്യവും സമ്പാദിച്ചിട്ടില്ല. കിബറും ദൈനും ഗുലൂലും, അഹങ്കാരവും കടവും ചതിയും, ഇതില്ലാത്ത ഒരാൾ അള്ളാഹിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കും, അയാൾ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ അവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ കൊണ്ടുവന്നിരിക്കുമ്പോൾ കടണ്ടോ എന്ന് ചോദിക്കും. കടണ്ടെങ്കിൽ ആരെങ്കിലും ഏറ്റെടുത്താൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനാസ നമസ്കരിക്കുക, അല്ലേ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമസ്കരിക്കുള്ളൂ. ഒരിക്കലൊരു ജനാസ കൊണ്ടുവന്നു, കടണ്ട്, ഇത്ര ദീനാറ്, 2-3 ദീനാറ് കടമുണ്ട്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ആ കടം ഏറ്റെടുത്തു. നബിയെ, ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ജനാസ നമസ്കരിച്ചു, അയാൾ മറവ് ചെയ്യപ്പെട്ടു. പിറ്റേ ദിവസം അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആ കടം വീട്ടിയോ? നബി എപ്പോഴും മരിച്ചിട്ടല്ല, എന്നാലേ ഉള്ളൂ, ഉടനെ വീട്ടിക്കോളാം. പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹത്തെ കണ്ടപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആ കടം വീട്ടിയോ? ഞാൻ വീട്ടിക്കോളാം നബിയെ. പിന്നെ കണ്ടപ്പോൾ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ ആ കടം വീട്ടിയിട്ടുണ്ട്. ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അൽ ആൻ, ഇപ്പോഴാണ് അയാളുടെ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ഒരു തണുപ്പ് കിട്ടാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. എത്ര കടത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ കടം അനന്തരാവകാശികൾക്ക് വീട്ടാൻ വെച്ചു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. നമ്മൾ തന്നെ വീട്ടാൻ നോക്കുക. അതുള്ള സ്ഥലം വിറ്റിട്ടാണെങ്കിലും കടം വീട്ടേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ കടം വീട്ടണം. കടം എന്നുള്ളത് അത്രമാത്രം വലിയ വിഷയമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ കടം വാങ്ങുക, ആ ശീലം തന്നെ നമുക്കുണ്ടാവാൻ പാടില്ല. കടം അത്യാവശ്യ ഘട്ടത്തിൽ കടം വാങ്ങുമ്പോൾ തന്നെ അത് എന്ത് വില കൊടുത്തു ഞാൻ വീട്ടും എന്ന നിയ്യത്തും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ, പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ കടം വീട്ടാൻ അള്ളാഹു അയാളെ സഹായിക്കും. ആദ്യം തന്നെ പറ്റിക്കണം, കടം വീട്ടൂല എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ആ കടം വീട്ടാൻ നല്ല പ്രയാസവും ആയിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കടവുമായി ബന്ധപ്പെട്ട് കുറേ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല.
ഒരു 30 സെക്കൻഡോ അര മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ മതി ഒരു പ്രാർത്ഥനയ്ക്ക്. പക്ഷെ മനസ്സു തട്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ പ്രാർത്ഥനകളും. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ളുൽഇദ് ദൈനി വഗലബത്തിർ റിജാൽ. അല്ലാഹുവേ, കടം കൊണ്ട് ഞാൻ ഞെരുങ്ങുന്നതിൽ നിന്ന്, എന്താണ് ആ പ്രയോഗം? കടം കൊണ്ട് ഞാൻ ഞെരുങ്ങുന്നതിൽ നിന്ന് അല്ലാഹുവേ എന്നെ നീ കാക്കണേ. ആളുകൾ എന്നെ അതിജയിക്കുന്നതിൽ നിന്ന്, ആക്ഷേപിച്ചും പരിഹസിച്ചും എന്നെ അടിച്ചമർത്തുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം കടം കൊടുക്കുക എന്നുള്ളത് എന്താണ്? വളരെ പുണ്യമുള്ള കാര്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രയാസപ്പെടുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾ കടം കൊടുക്കണം. കടം കൊടുക്കുക എന്നുള്ളത് വളരെ വലിയ പുണ്യം ഉള്ള കാര്യമായി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, നമ്മളോട് ഒരാൾ കടം വാങ്ങി, നമ്മൾ പറഞ്ഞു ഇന്ന ദിവസം തിരിച്ചു തരാമെന്ന് അയാൾ നമ്മളോട് പറഞ്ഞു, ഒരു മാസം അവധി പറഞ്ഞു. ആ സമയത്ത് അയാൾക്ക് തിരിച്ചു തരാൻ ഒരു നിലക്കും കഴിയില്ല, നമുക്ക് ഉറപ്പാണ്. ആ സമയത്ത് അവിടെ എത്തി അയാൾ വീണ്ടും അവധി നീട്ടി ചോദിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? അവധി നീട്ടിക്കൊടുക്കണം. ഇനി കടം, നമ്മുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ വ്യക്തിക്ക് അയാളുടെ സാഹചര്യം വ്യക്തമായി നമുക്കറിയുമെങ്കിൽ ആ കടം വിട്ടുകൊടുക്കുകയാണെങ്കിലോ അത് വളരെ പുണ്യമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വഇൻ കാന ദു ഉസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറത്തിൻ വഅൻ തസദ്ദഖു ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സൂറത്തുൽ ബഖറയിലെ 280-ാമത്തെ വചനം. നമുക്കൊക്കെ അറിയാം, കടം നമ്മൾ ആ കടം വാങ്ങിയ വ്യക്തികൾക്ക് നമ്മൾ ഇടനിന്ന് കൊടുക്കുക എന്നുള്ളത് അള്ളാഹ് നമുക്ക് വളരെ വലിയ പുണ്യമായിട്ടാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ദുനിയാവിൽ ഒരു മുഅ്മിനിന്റെ പ്രയാസം, മൻ നഫസ അൻ മുഅ്മിൻ ഖുർബത്തിൻ മിൻ ഖുറബിദ് ദുനിയ, ദുനിയാവിൽ ഒരു സഹോദരന്റെ, ഒരു വിശ്വാസിയുടെ ഒരു പ്രയാസം അകറ്റാൻ, അത് പരിഹരിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചാൽ തിരിച്ച് അല്ലാഹ് കൊടുത്ത ഓഫർ എന്താ? നഫസല്ലാഹു അൻഹു ഖുർബത്തിൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആ വ്യക്തിയുടെ പ്രയാസം അല്ലാഹ് പരിഹരിച്ചെടുക്കുന്നതാണ്. അത് നമ്മൾ അറിയണം, അത് നിസ്സാര കാര്യമല്ല. അതേപോലെ എന്ത് ചെയ്യാണ്, ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കലും പറയാണ്, അലി അലാ ഉഅല്ലിമുക, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അലി അലാ ഉഅല്ലിമുക ദുആഅൻ, അലി നിനക്ക് ഞാനൊരു ദുആ പഠിപ്പിച്ചു തരട്ടെയോ? ലൗ കാന അലൈക ജബലുൻ മിനദ്ദൈൻ, ഒരു മലയോളം കടം നിനക്കുണ്ടെങ്കിലും അദ്ദാഹുല്ലാഹു അൻക, നിന്നെ തൊട്ട് ആ കടം വീട്ടാൻ അല്ലാഹ് നിന്നെ സഹായിക്കും. നീ വീട്ടാനുള്ള കടം ഒരു മലയോളം ഉണ്ടെങ്കിലും ഈ ദുആ നീ ചൊല്ലിയാൽ ആ കടം വീട്ടാൻ അല്ലാഹ് നിന്നെ സഹായിക്കും. കുൽത്തു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് ആ പ്രാർത്ഥനയൊന്ന് പഠിപ്പിച്ചു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി മിൻ ഫളിക് അമ്മൻ സിവാക്. 30 സെക്കൻഡ് വേണ്ട ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. കടമുള്ളവർ അത് ചൊല്ലണം. കടം വരാതിരിക്കാൻ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം. കടം കൊണ്ട് ഞെരുങ്ങുന്നതിൽ നിന്ന് തന്നെ കാക്കണേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കടം വന്നാൽ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. കടം വരാതിരിക്കാനും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. കടത്തിന്റെ ഇടപാട് നടത്തുമ്പോൾ നമുക്കറിയാം, സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ ആയത്ത് കടം വാങ്ങുന്നതും കൊടുക്കുന്നതും എഴുതി ഇടപാട് രേഖപ്പെടുത്തണം എന്നാണ്. സാക്ഷികൾ വേണം, എഴുതണം. നമ്മളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പലപ്പോഴും കടത്തിന്റെ കാര്യത്തിൽ എഴുത്തും കരാറൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. പല ബന്ധങ്ങളും തകർന്നു പോകൽ ആ കടത്തിലൂടെയാണ്. ആ ബന്ധങ്ങൾ തകർന്നു പോകാൻ പാടില്ല. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മളിപ്പോൾ കടം വാങ്ങി ഒരാളുടെ കയ്യിൽ നിന്ന്, എന്നിട്ട് നമ്മളെ കയ്യിൽ ആ കടം വീട്ടാനുള്ള ക്യാഷ് ഉണ്ട്, നമ്മൾ ആ കടം വീട്ടുന്നില്ല, അത് ളുൽമ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മത്തുലുൽ ഗനിയ്യി ളുൽമുൻ, മത്തുലുൽ ഗനിയ്യി ളുൽമുൻ. കടം വീട്ടാനുള്ള പണം നമ്മുടെ കയ്യിലെത്തി, കടം വീട്ടാനാണ് ഒന്നാമത്തെ പരിഗണന. ആ കടം നമ്മൾ വീട്ടുന്നില്ല, അത് ളുൽമ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കടം വീട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുൻഗണന നൽകേണ്ടത്. രാത്രി നമസ്കാരത്തിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ പോലും നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, പാപങ്ങൾ എന്നിൽ വന്നു ചേരുന്നത്,
കടം എന്ന് വന്നു ചേരുന്നത് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അല്ലാഹുവേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആധുനിക ലോകത്തെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ കടം വീട്ടാൻ ഉണ്ടെങ്കിൽ ആ കടം വീട്ടാതെ നമ്മുടെ വീട്ടിലൊരു ചെറിയ സൽക്കാരം പോലും നടത്താൻ പാടില്ല എന്നാണ്. അത്ര വരെ സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മുടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കടം വാങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കടം കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സന്നദ്ധരാകണം. ഒരാൾക്ക് കടം കൊടുത്തു, പറഞ്ഞ അവധി കഴിഞ്ഞു, ആ അവധി കഴിഞ്ഞ ആൾ തിരിച്ചതിൽ അയാൾക്ക് ഒരു മാസം നീട്ടിക്കൊടുത്തു, ആ സമയത്തേക്ക് തിരിച്ചു തരാൻ കഴിയില്ല, വീണ്ടും നമ്മളൊരു മാസം നീട്ടിക്കൊടുത്തു. ഈ അവധി ഇങ്ങനെ നീട്ടിക്കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് അത് സ്വതക്ക കൊടുക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തുക. നമ്മൾ കടം കൊടുക്കുമ്പോൾ അവധി ഇങ്ങനെ നീട്ടിക്കൊടുക്കുമ്പോൾ അയാൾക്ക് നമ്മൾ 1000 രൂപ കടം കൊടുത്തു, അയാൾ ഒരു മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു, തിരിച്ചു തരാം. ഒരു മാസം കഴിഞ്ഞു, ആ 1000 രൂപ അയാൾക്ക് തിരിച്ചു തരാൻ കഴിയുന്നില്ല, അയാൾക്ക് ഒരു മാസം കൂടി നീട്ടിക്കൊടുത്തു. നമുക്കെന്താ? 1000 രൂപ സ്വതക്ക കൊടുത്ത പുണ്യം ആ കടം കൊടുത്ത വ്യക്തിക്ക് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കടം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരാൾ പരലോകത്തെത്തി അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന രംഗം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുക. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, അയാൾക്ക് അള്ളാഹ് വിചാരണ ചെയ്യുമ്പോൾ ഒരു നന്മയും കാണാനില്ല. അവസാനം അയാളുടെ പക്കൽ വല്ല നന്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കടം കൊടുത്ത വ്യക്തികൾ എനിക്ക് കടം തിരിച്ചു തരാൻ പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ അവർക്ക് സമയം നീട്ടിക്കൊടുത്തു, അവരുടെ പ്രയാസം കണ്ടറിഞ്ഞ് അള്ളാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ജീവിതത്തിൽ ഒരിക്കലും കളവ് തമാശക്ക് പോലും പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെന്താ നമ്മളെ പഠിപ്പിക്കണത്? കടം കൊടുക്കുന്നതിൻ്റെ മഹത്വവും പുണ്യവുമാണ്. നമ്മൾ സമ്പത്തിൽ നമ്മുടെ കുടുംബത്തിനൊരു ബജറ്റ് ഉണ്ടാവണം. നമ്മളെ വരുമാനം എത്രയാണ്? ആ വരുമാനത്തിൽ ഒരു മാസത്തിൽ വരുന്ന വരുമാനം എത്രയാണ്? ആ വരുമാനത്തിൻ്റെ പാർട്ടുകൾ നമ്മൾ നിശ്ചയിക്കണം. റസൂലുള്ളാഹിന്റെ സ്വഹാബികളൊക്കെ അങ്ങനെയായിരുന്നു എന്നാണ്. അവരുടെ സമ്പത്തിനൊരു പ്ലാനും ബജറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ പ്ലാനും ബജറ്റൊക്കെ നമുക്കുണ്ടാവണം. എന്താ? ഒക്കെ നമുക്ക് കഴിക്കാനുള്ളതല്ല, അതിൽ സാധുക്കൾക്കൊരു വിഹിതമുണ്ട്, അള്ളാന്റെ മാർഗത്തിലുള്ള സംവിധാനങ്ങൾക്കൊരു വിഹിതമുണ്ട്. നമ്മുടെ സമ്പത്തിൽ നമുക്കറിയാലോ, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. ആടിനെ അറുത്തിട്ട് ഇങ്ങനെ ഓരോ സാധുക്കൾക്ക് ഓരോന്നോരോന്ന് കൊടുത്തു. അവസാനം നോക്കുമ്പോൾ പിന്നെ ഒന്നും ബാക്കിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ ഇനി ഒന്നും ബാക്കിയില്ല, ഈ 2 കാലിൻ്റെ കുളമ്പിൻ്റെ മുകളിലുള്ള ആ ചെറിയ ഭാഗം ഉണ്ടല്ലോ, ഇത് മാത്രമേ നമുക്കുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ല ആയിഷ, ഈ 2ഉം അല്ലാത്തതൊക്കെ നമുക്കുണ്ട്. കാരണം എന്താ? കൊടുത്തതൊക്കെ നമുക്കുണ്ട്. ഫവജദു മാ അമിലു ഹാലിറ, കൊടുത്തതൊക്കെ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ ഒരു വചനം നമ്മുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ, ഒരു കച്ചവടം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹ് പറയാണ്, തുൻജീക്കും മിൻ അദാബിൻ അലീം, വേദനിക്കുന്ന ശിക്ഷയിൽ നിന്ന് ആ കച്ചവടം നിങ്ങളെ രക്ഷപ്പെടുത്തും. സൂറത്ത് സഫിൽ അല്ലാഹ് പറയാ. എന്നിട്ട് പറഞ്ഞു, ആ കച്ചവടം എന്താ? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ ശരിക്ക് വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കലാണ് നിങ്ങളെ വിശ്വാസം. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അങ്ങോട്ട് പരിശ്രമിക്കലാണ്. ആദ്യം പറഞ്ഞ ആയത്ത് നമുക്ക് ഓർമ്മ വേണം. എന്താ? സമ്പത്ത് അള്ളാഹുവിന്റെ ഫضലായി നമുക്ക് നൽകിയതാണ്. ഖുർആനിൽ വേറൊരു ആയത്തുണ്ട്, നിങ്ങൾ ചെലവഴിക്കണം. എന്തിൽ നിന്ന്? അള്ളാന്റെ ധനമായി നിങ്ങളെ ഏൽപ്പിച്ചതിൽ നിന്ന്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. അപ്പൊ അത് അക്ഷരാർത്ഥത്തിൽ ഈ സമ്പത്ത് അല്ലാഹ് നമുക്ക് നൽകിയതാണ്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത്, ഇതിങ്ങനെ ചെലവഴിക്കാതെ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കാതെ
ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബ റളിയല്ലാഹു അൻഹും അവരത് അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചവരാണ്. അവർ ചെലവഴിച്ചവരാണ്. അവർ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ്. നമുക്കും ആ വഴിയിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. ആ സ്വർഗത്തിനു വേണ്ടി നമുക്കും ഇത് ചെലവഴിക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ വരുന്ന സമ്പത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്തറിയോ? നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പാർട്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ ചെയ്യണം. അതാണ് സ്വദഖത്തുൻ ജാരിയ. നമ്മുടെ സമ്പത്ത് അതിൻ്റെ ഒരു പാർട്ട് എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അതിലിപ്പോൾ ഒരു പള്ളിയായിരിക്കും. നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും ആ പള്ളിയിലെ ഓരോ സുജൂദുകളും ആ പള്ളിയിലെ ഖുർആൻ പാരായണവും അത് നമുക്ക് ഖബറിലേക്കുള്ളതാണ്. ഒരു ഖുർആൻ ഒരു പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തതായിരിക്കും. നമ്മളെ മരണത്തിന് ശേഷവും ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യപ്പെടുന്നു. ഒരു മദ്രസ, ദീന് പഠിക്കുന്ന ഒരു സ്ഥാപനം, ഒരു കോളേജ്, ഒരു മദ്രസ നമ്മൾ തുടങ്ങിയതായിരിക്കും. അല്ലെങ്കിൽ അതൊരു പാർട്ട് നമ്മൾ ചെയ്തതായിരിക്കും. നമ്മൾ ബോധപൂർവം നമ്മുടെ സമ്പത്തിൽ ഒരു പാർട്ട് നമ്മൾ മരിച്ചതിന് ശേഷവും നമുക്ക് പുണ്യം കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിർബന്ധമായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റതൊക്കെ ആളുകൾക്ക് വീതം വെച്ച് കൊണ്ടുപോകാനുള്ളതാണ് അല്ലേ? തൻ്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവര് വഫാത്തായി. അവരെ ഖബറടക്കിയ മദീനയിലെ ബക്കീയിലെ ആ ഖബറുകളുടെ ഇടയിൽ അലി ഇബ്നു അബീ ത്വാലിബ് ഭർത്താവ് ചെന്ന് നിൽക്കുന്ന രംഗണ്ട് ചരിത്രത്തിൽ. തൻ്റെ പ്രിയതമക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി. പിന്നെ ആ ഖബറിൽ കിടക്കുന്ന ആളുകളോട് അദ്ദേഹം സംസാരിച്ചൊരു സംസാരമുണ്ട്. ഖബറിൽ കിടക്കുന്ന ആളുകൾ കേൾക്കുന്നു വിചാരിച്ചിട്ടല്ല, ഈ ലോകത്തുള്ളവരോടാണ് അലി റളിയല്ലാഹു അൻഹു സംസാരിച്ചത്. ഖബറിൽ കിടക്കുന്നവരെ, മാ അഖ്ബാറുക്കും, എന്താ നിങ്ങളെ വർത്താനം, നിങ്ങളെ വാർത്ത എന്താ? ഇവിടെ കുറെ വാർത്തകളുണ്ട്. എന്നിട്ട് പറയാന്തറിയോ? അതിൻ്റെ ആശയം അതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രയാസപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ വീടുകൾ, അതിലൊക്കെ വേറെ ആളുകൾ താമസിക്കുകയാണ്. നിങ്ങൾ ഓമനിച്ച് കൊണ്ടുവരുന്ന നിങ്ങളുടെ യാത്രാവാഹനങ്ങൾ അത് വേറെ ആളുകൾ ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ ഇണകൾ അവർ വേറെ ചിലരുടെ ഇണകളായി മാറി. നിങ്ങളുടെ വസ്ത്രങ്ങളും നിങ്ങളുടെ പാത്രങ്ങളും നുരുമ്പിപ്പോയിട്ടില്ല. അതാണ് ദുനിയാവും, അതാണ് പരലോകവും. അപ്പൊ ദുനിയാവിൽ വിട്ടുപോകുന്നത് പരലോകത്തേക്കുള്ള വിഹിതമായി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവർ ശരീരം കൊണ്ട് സമ്പത്തും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ വിശ്വാസത്തിൽ നമ്മൾ ശ്രമിക്കണം. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു സ്വഹാബി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച 6ാമത്തെ വ്യക്തിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. യമനിലേക്ക് അദ്ദേഹം കച്ചവടത്തിന് പോവാണ്. ആ കച്ചവടത്തിന് ചെന്ന സമയത്ത് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഇതിൽ മക്കയിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? ത്വൽഹ റളിയല്ലാഹു പറഞ്ഞു, ഞാനുണ്ട്, ഞാൻ ഹറമിൻ്റെ മക്കത്തിൻ്റെ അടുത്ത് നിന്ന് വരുന്നത്. അവിടെ അഹമ്മദി എന്നൊരു പ്രവാചകൻ വന്നിട്ടുണ്ടോ? അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഇല്ല, അങ്ങനെ പ്രവാചകൻ വന്നതായി അറിയില്ല. എങ്കിൽ ആ പ്രവാചകൻ വരാനുള്ള സമയമായിട്ടുണ്ട്. അതാണ് വേദത്തിൽ പറയുന്നത്. അയാൾ വന്നാൽ ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണം. കച്ചവടം കഴിഞ്ഞ് തിരിച്ച് ത്വൽഹ റളിയല്ലാഹു ചെല്ലുമ്പോൾ കേൾക്കുന്നത് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനായി എന്നുള്ള വാർത്തയാണ്. ഇതേ സ്വപ്നം, ഇതേ വാർത്ത ഉസ്മാൻ റളിയല്ലാഹു കച്ചവടക്കാരനാണ്, ഉസ്മാൻ റളിയല്ലാഹു കേൾക്കുന്നുണ്ട്. രണ്ടുപേരും അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയാണ്. അബൂബക്കർ റളിയല്ലാഹു അവരെയും കൂട്ടി നബിൻ്റെ അടുത്ത് ചെല്ലുകയാണ്, ഷഹാദത്ത് ചെല്ലുകയാണ്. ഈ ത്വൽഹ റളിയല്ലാഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ത്വൽഹത്തുൽ ജൂദ്, ഔദാര്യത്തിന്റെ നിറകുടമാണ് ത്വൽഹ. വേറെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ത്വൽഹത്തുൽ ഖൈർ, സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന് കൊടുത്ത ഖൈറിന്റെ ത്വൽഹ. വേറെ സമയത്തോട് ത്വൽഹത്തുൽ ഫയ്യാൽ. എന്താ ത്വൽഹ റളിയല്ലാഹു? ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്വർഗം നേടാൻ ശ്രമിച്ചു. ഒരു രാത്രി അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്താണ് ത്വൽഹ, എന്താണ് ഉറക്കം വരുന്നില്ലേ? ഭാര്യ വിചാരിച്ചു ഭാര്യന്റെ എന്തെങ്കിലും പ്രശ്നമാണോ. അപ്പൊ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞെന്തറിയോ, ഇന്ന് ഹലർ മൗത്തിൽ നിന്ന് നമ്മുടെ ബിസിനസിന്റെ കച്ചവടത്തിന്റെ ലാഭം ഇവിടെ വന്നിട്ടുണ്ട്.
ആ ലാഭം, ആ പണം ഇവിടെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു സുഖമല്ല. അപ്പം എത്ര ലാഭം? 2 റിപ്പോർട്ടാണുള്ളത്. ഒന്ന് പറഞ്ഞത് 70,000 ദിർഹം, മറ്റൊന്ന് പറഞ്ഞത് 100,000 ദിർഹം. കച്ചവടത്തിൻ്റെ ലാഭം വീട്ടിലുണ്ട്. അപ്പോൾ സമാധാനമല്ല. അപ്പം ഭാര്യ പറഞ്ഞു, അതിനിപ്പോൾ എന്താ പ്രശ്നം? നാളെ നേരം വെളുത്താൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ സാധുക്കളായ മുഹാജിറുകളും അൻസാറുകളുമായ നിങ്ങളുടെ കൂട്ടുകാരില്ലേ, അവർക്കത് സ്വതക്ക കൊടുക്കാം. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നക്കി മുവഫിഖത്തുൻ ഇബ്നതു മുവഫിഖ്. നീ വല്ലാത്തൊരു പെണ്ണാണ്, വല്ലാതെ തൗഫീഖ് കിട്ടിയ ഒരു ഉപ്പാന്റെ മോളാണു നീ. ഭാര്യനെ പ്രശംസിക്കുകയാണ്. ആരാ ഭാര്യ? ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ആരാ മോളാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നേരം വെളുത്തു, അങ്ങനെ കൊടുക്കാൻ തുടങ്ങി സ്വതക്ക. കൊടുത്ത് ഭാര്യ ഒരു സമയത്ത് ചോദിക്കണ്ട, അല്ല വല്ലതും ബാക്കിയുണ്ടോ? നോക്കുമ്പോൾ എത്ര ഉള്ളത്? 1000 ദിർഹം, 1000 ദിർഹം മാത്രം ബാക്കി. എത്ര കൊടുത്തത്? 99,000 ദിർഹം സ്വതക്ക കൊടുത്തു. ആലോചിച്ച് നോക്കി. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൽ അലീം. വേദനിക്കുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടാണ്. ഉഹദ് യുദ്ധത്തിൽ ഈ ത്വൽഹാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നടത്തിയ യുദ്ധത്തിന്റെ, റസൂലുള്ളാഹിയെ സംരക്ഷിച്ചു നടത്തിയ ഇടപെടൽ ചരിത്രത്തിൽ നമ്മൾ വായിക്കണമെങ്കിൽ അത്ഭുതപ്പെട്ടു പോകുന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഓരോ അൻസ്വാരി സ്വഹാബികളും രക്തസാക്ഷികളായി ഇങ്ങനെ വീഴുമ്പോഴും ശരീരം കൊണ്ട് ക്ഷീണമറിയാതെ പടപൊരുതി അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വന്തം ശരീരം കൊണ്ട് ത്വൽഹാ റളിയല്ലാഹു അൻഹു സംരക്ഷിക്കുകയാണ്. അവസാനം ബോധം കെട്ട് വീഴുകയാണ്. ആ ഉഹദ് യുദ്ധത്തിലാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു വഫാത്തായത്, ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത്. ഒരുപാട് സ്വഹാബികൾ, 70ഓളം സ്വഹാബികൾ രക്തസാക്ഷികളായി. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖു മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹബഹു വമിൻഹും മൻ യൻതളിർ ഫമാ ബദ്ദലു തബ്ദീല. സൂറത്തുൽ അഹ്സാബിലെ ആയത്ത്. ഈ ഉഹദിന്റെ മണ്ണിൽ റസൂലുള്ളാഹിന്റെ പ്രിയ സ്വഹാബികളുടെ ജനാസ, അവരുടെ രക്തസാക്ഷികളായവരുടെ ശരീരം കയ്യിൽ പിടിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത വചനാണ്. സത്യവിശ്വാസികൾ ചില ആളുകളുണ്ട്, സ്വന്തം ശരീരം അള്ളാഹ്ക്ക് കൊടുത്തവര്. യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ ചർച്ച ചെയ്യുന്ന രംഗമുണ്ട്. എന്താ അറിയണമോ? അല്ല, ആരാണ്? നബി പറഞ്ഞല്ലോ, സത്യവിശ്വാസികളിൽ ചില ആളുകളുണ്ട്, ഫമിൻഹും മൻ ഖളാ നഹബഹു, സ്വന്തം ജീവൻ അള്ളാഹ്ക്ക് കൊടുത്തവരുണ്ട് എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞല്ലോ. അതിൽ ആരൊക്കെ പെടുക? ഏതൊക്കെ സ്വഹാബികളാണ്? സ്വഹാബികൾക്കിടയിൽ ഇങ്ങനെ ചർച്ച. അപ്പോൾ അവര് എന്ത് ചെയ്തു? ഒരു അറാബിയെ ചുമതലപ്പെടുത്തി. ഒരു അറാബിനോട് പറഞ്ഞു, നബി വരുമ്പോൾ ഒന്ന് ചോദിക്കണം. ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് സൂറത്തുൽ അഹ്സാബിലെ ഒരു വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തല്ലോ, ഫമിൻഹും മൻ ഖളാ നഹബഹു, സ്വന്തം ജീവൻ അള്ളാഹ്ക്ക് കൊടുത്തവരുണ്ട്, അവരാരൊക്കെയാണ് എന്നൊന്ന് ചോദിക്കൊണ്ടേ. അങ്ങനെ അറാബി സമ്മതിച്ചു. ആ ഗ്രാമീണ അറബി സമ്മതിച്ചു. ളുഹറിന്റെ സമയം ഏകദേശം ആകാൻ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദ് നബവിയിലേക്ക് വന്നപ്പോൾ ഈ സ്വഹാബി ചോദിച്ചു, നബിയെ, നിങ്ങൾ അന്ന് ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് പറഞ്ഞല്ലോ, ഫമിൻഹും മൻ ഖളാ നഹബഹു, സ്വന്തം ജീവൻ അള്ളാഹുവിന് കൊടുത്തവരുണ്ട്, അതിലാരാ പെടുക? നബി ഒന്നും പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഹാബി അറാബി ഗ്രാമീണ അറബി വീണ്ടും ചോദിച്ചു. അപ്പോഴും നബി ഒന്നും പറഞ്ഞില്ല. പിന്നെ ളുഹറിന്റെ സമയം ഏകദേശം ആയപ്പോൾ മസ്ജിദ് നബവിയിലെ വാതിലിലൂടെ ഒരു പച്ച ഷർട്ട് ധരിച്ച ഒരാൾ ഇങ്ങനെ വരികയാണ്. അയാളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഐന സാഇൽ ഫമിൻഹും മൻ ഖളാ നഹബഹു, നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യകർത്താവ് എവിടെ? സ്വന്തം ജീവൻ അള്ളാഹുവിന് കൊടുത്തവരുണ്ട് എന്ന് ഞാൻ ഓതിയില്ലേ, അതിൽപ്പെട്ടവരാരാ എന്ന് എന്നോട് ചോദിച്ചവൻ എവിടെ എന്ന് നബി ചോദിക്കുക. നബിയെ, ഞാനിവിടെ ഉണ്ട്. നിങ്ങൾ ചോദിച്ച വ്യക്തിയിൽ, നിങ്ങൾ ചോദിച്ചില്ലേ, ആ കാണുന്ന വ്യക്തി അതിൽപ്പെട്ട ആളാണ്. ആരാണ് ആ വ്യക്തി? തുൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. സ്വന്തം ജീവൻ അള്ളാഹുവിന് കൊടുത്തവരുടെ കൂട്ടത്തിൽ നബി എണ്ണിയത് ജീവനോടുകൂടി വരുന്ന തുൽഹാ റളിയല്ലാഹു അൻഹുവിനെ. റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ പിന്നെ പറയുന്നുണ്ട്, എന്ത്? ആരെങ്കിലും വമൻ സറ അൻ യൻളുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർള്,
ഭൂമിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന ഒരു രക്തസാക്ഷിയെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യൻദുർ ഇലാ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ, അവർ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലയെ നോക്കട്ടെ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഭൂമിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന രക്തസാക്ഷി എന്നാണ് ത്വൽഹ റളിയല്ലാഹു പിന്നീട് അറിയപ്പെട്ടത്. ഉഹുദ് യുദ്ധത്തിന്റെ സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം 70ഓളം വെട്ടിന്റെയും കുത്തിന്റെയും അമ്പിന്റെയും അടയാളം ത്വൽഹ റളിയല്ലാഹുവിന്റെ ശരീരത്തിലുണ്ടായിരുന്നതാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞതറിയോ, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവർ നേടാൻ ശ്രമിച്ചത് സ്വർഗ്ഗമാണ്. പുതിയ കാലത്ത് ഈ സ്വർഗം മറന്ന് പരലോകം മറന്ന് സമ്പത്തിന്റെ പിന്നാലെ ആളുകൾ ഓടുകയാണ്. കൊട്ടേഷൻ കൊടുത്തിട്ടും എന്തൊക്കെ, സ്വന്തം രക്തബന്ധത്തിൽ പിറന്നവർ പോലും പണത്തിന്റെ പേരിലാണ് പിണങ്ങുന്നത്, ബന്ധങ്ങൾ അറ്റുപോകുന്നത് അല്ലേ? മാപ്പ് കൊടുക്കാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ ഏക്കർ കണക്കിന് ഭൂമി വീതം വെക്കുന്ന സമയത്ത് അതിർത്തിയിലെ ഒരു മരത്തിനു വേണ്ടി തർക്കിച്ച് ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ജേട്ടനും അനിയനും വർഷങ്ങളോളം പിണങ്ങി നിൽക്കുകയാണ്. ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അതിർത്തിയിലെ ഒരു മരത്തിന്റെ പേരിൽ ദുനിയാവിന്റെ പിന്നാലെ ഓടുക. റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ എവിടെ നിൽക്കുന്നു? നമ്മൾ എവിടെ നിൽക്കുന്നു? പ്രിയപ്പെട്ടവരെ, അവരാഗ്രഹിച്ച സ്വർഗന്താ, നമ്മൾ ആഗ്രഹിച്ച സ്വർഗേതാ? സഅദ് ബിൻ ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ അനുചരൻ സ്വഹാബി ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ മുശ്രിക്കുകൾ പിടികൂടുന്ന രംഗമുണ്ട്. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പിടികൂടി മക്കയിൽ ആബാലവൃദ്ധം ജനങ്ങൾ കൂക്കി വിളിച്ച് ഈ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കുരിശിൽ തറക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈ സഅദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഒരു ചെറുപ്പക്കാരനാണ്, നല്ല സുന്ദരനായ ചെറുപ്പക്കാരനായ അദ്ദേഹം ഉണ്ട് ആ കൂട്ടത്തില്. കുരിശുമരത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് മുശ്രിക്കുകൾ ചോദിച്ചു, ഖുബൈബെ, നിന്റെ സ്ഥാനത്ത് മുഹമ്മദാണെന്ന് വിചാരിക്കുക, നിന്നെ വെറുതെ വിടാ, മുഹമ്മദിനെ ഇവിടെ നിർത്തുക. എൻ്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, പിന്നല്ലേ എൻ്റെ സ്ഥാനത്ത് പ്രവാചകനാകുന്നത്? അവസാനത്തെ ആഗ്രഹമുണ്ടോ? എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. 2 റക്അത്ത് അദ്ദേഹം വേഗം നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം നിസ്കാരാണ്, എൻ്റെ റബ്ബിനോട് എനിക്ക് ഏറ്റവും സംസാരിക്കാൻ പറ്റിയ സമയമാണ്. പക്ഷേ ഈ ഖുബൈബ് ഒരു പേടിത്തൊണ്ടനാണ് എന്ന് നിങ്ങൾ വിചാരിക്കും, അതുകൊണ്ടാണ് ഞാൻ വേഗം നമസ്കരിച്ചത്. കുരിശുമരത്തിലേക്ക് ചേർത്തു നിർത്തി ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പച്ചയായ ശരീരത്തിലേക്ക് ആണികൾ അടിച്ചു കയറ്റുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പാടിയെന്നാണ്, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഈ. ഈ കുരിശുമരത്തിൽ കിടന്ന് ഞാൻ മരിച്ച് ഞാൻ എങ്ങോട്ട് വീണാലും എനിക്കതൊരു പ്രശ്നമല്ല. കാരണം എന്താ? ഹീന ഉഖ്തലു മുസ്ലിമൻ, ഞാനൊരു മുസ്ലിമായിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി. അന്ന് അവിടെ കാഴ്ചക്കാരുടെ കൂക്കി വിളിച്ചവരുടെ കൂട്ടത്തിൽ നിശബ്ദനായി നിന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനായിരുന്നു സഅദ് ബിൻ ആമിർ അൽ ജുമഹി. എല്ലാവരും കൂക്കി വിളിച്ച് കൊല്ലൂ അവനെ എന്ന് ആർത്ത് വിളിച്ചപ്പോ മനസ്സു തേങ്ങി നിശബ്ദനായി അദ്ദേഹത്തിന്റെ മനസ്സ് ഇടറി. എന്താ? കുരിശുമരത്തിൽ ശാന്തനായി നിൽക്കുന്ന ഈ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസത്തെ കുറിച്ചാണ് അന്ന് സഅദ് ബിൻ ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയത്. എല്ലാവരും കൂക്കി വിളിച്ച് തിരിച്ചു പോകുമ്പോ മക്കയിലെ കഅബാലയത്തിലെ വിഗ്രഹങ്ങളെ നോക്കി സഅദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, വിഗ്രഹങ്ങളെ, നിങ്ങളുമായി ഈ സഅദിന് ഇനിയൊരു ബന്ധമല്ല, നിങ്ങളുടെ പേരിലാണ് ഈ മനുഷ്യനെന്ന് കുരിശിലേറ്റപ്പെട്ടത്, നിങ്ങളോട് ഇനിയൊരു ബന്ധമല്ല. അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹിന്റെ കൂടെ മദീനയിലേക്ക് പോയി. മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ ജീവിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തെ ഹിംസിലെ ഗവർണറായി നിശ്ചയിച്ചു. സഅദ് റളിയല്ലാഹുവിനെ ആദ്യം അദ്ദേഹം ഏറ്റെടുത്തില്ല. പക്ഷേ ഉമർ റളിയല്ലാഹുവിന്റെ നിർബന്ധത്തിന് ഈ ഖിലാഫത്ത്, ഈ ഇമാറത്ത് മുഴുവൻ ഖലീഫയായി എന്നെ ഏൽപ്പിച്ചുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഏൽക്കണ്ടേ എന്ന് ഉമർ റളിയല്ലാഹു നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തു. ഹിംസിലെ ഗവർണറായി 1 മാസം കഴിഞ്ഞു. ഖലീഫ ഉമർ ഹിംസിലെ ജനങ്ങളുടെ റിപ്പോർട്ട് എടുക്കുകയാണ്. അവിടെ ആരൊക്കെയാണ് കഷ്ടപ്പെടുന്നത്? ഇസ്ലാമിക ലോകത്ത് അത്യാവശ്യം സമ്പത്തും വരുമാനമൊക്കെയുള്ള കാലാണ്. ഹിംസിലെ സാധുക്കളുടെ ലിസ്റ്റ് എടുത്തു. അവിടുത്തെ വിശ്വസ്തൻ ലിസ്റ്റ് ഖലീഫക്ക് കൊണ്ടുവന്നെടുത്തു. ലിസ്റ്റ് വായിക്ക. ഒന്നാമതൊരു വ്യക്തി, 2 സഅദ് ബിൻ ആമിർ അൽ ജുമഹി. ഖലീഫ ഉമർ ഞെട്ടിപ്പോയി. നിങ്ങളുടെ ഗവർണർ അല്ലേ അദ്ദേഹം? ഞങ്ങളുടെ ഗവർണറാണ്, പക്ഷെ ദരിദ്രനാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ അടുപ്പ് പോകാറില്ല പല ദിവസവും. ഖലീഫ ഉമർ നേരിട്ട് ചെന്നു.
അടുത്ത മാസം 1000 ദിർഹം സ്വർണ്ണ നാണയം കൊടുത്തേച്ചു ഖലീഫന്റെ ഗവർണറുടെ ചെലവിന് വേണ്ടി. ഗവർണറിന് ചെലവിന് ആ സ്വർണ്ണ നാണയം കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാ പറഞ്ഞത്. ഭാര്യ ചോദിച്ചു, നമ്മുടെ ഖലീഫക്ക് എന്തെങ്കിലും പറ്റിയോ? ഖലീഫക്കൊന്നും പറ്റിയിട്ടില്ല, അതിനേക്കാളും വലിയ അപകടം വന്നത്. 1000 സ്വർണ്ണ നാണയം ഇവിടെ വന്നിട്ടുണ്ട്. 1000 സ്വർണ്ണ നാണയം സ്വതക്ക കൊടുത്തു. അടുത്ത മാസം ഖലീഫ ഉമർ ഹിംസിലേക്ക് നേരിട്ട് വിസിറ്റ്. നാട്ടുകാരോട് വിളിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങളെ ഗവർണറെ പറ്റി അഭിപ്രായം? 4 പരാതികളുണ്ട് ഗവർണറെ പറ്റി, 4 പരാതികളുണ്ട്. ഖലീഫനെ നിർത്തി, ഹിംസിലെ ഗവർണറെ നിർത്തി. അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ ജനങ്ങളുടെ മുമ്പിലാണ് ജനപ്രതിനിധിയെ വിചാരണ ചെയ്യുന്നത്. ജനങ്ങളുടെ പരാതി, ഒന്നാമത്തെ പരാതി, അദ്ദേഹത്തിന് രാത്രി ഞങ്ങൾക്ക് കിട്ടാറേയില്ല. രണ്ടാമത്തെ പരാതി, രാവിലെ അദ്ദേഹം വളരെ വൈകിയാണ് വരിക. മൂന്നാമത്തെ പരാതി, ചില ദിവസം അദ്ദേഹം തീരെ ഞങ്ങൾക്ക് കാണാൻ കിട്ടൂല, മാസത്തിലൊരിക്കല്. നാലാമത്തെ പരാതി, ചില ദിവസം അദ്ദേഹം ബോധം കെട്ട് വീഴും, 2-3 ദിവസം ബോധരഹിതനാണ്. 4 പരാതിക്കും ഹിംസിലെ ഗവർണറായ സഅദ് ബിൻ ആമിർ ഖലീഫ ഉമറിനോടും ജനങ്ങളോടും മറുപടി പറയാണ്. ഇതൊന്നും ഞാൻ ജനങ്ങളോട് പറയാൻ വിചാരിച്ചതല്ല, പക്ഷേ ഖലീഫ ചോദിച്ചതുകൊണ്ട് പറയാ. എന്താ ഒന്നാമത്തത്? എന്റെ വീട്ടില് വേലക്കാരും സെർവൻസ് ഒന്നുമില്ല. അപ്പൊ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് രാവിലത്തെ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ചെയ്യാനും വേണ്ടി അത് രാവിലെ കുറച്ച് വൈകും. അതെനിക്ക് മാറ്റാൻ കഴിയില്ല. രാത്രി പകല് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഗവർണറാണ്, അവരുടെ കാര്യം നോക്കണം, അതിലിടപെടണം, പരിഹരിക്കണം. രാത്രി എന്റെ റബ്ബിന് വേണ്ടി നിശ്ചയിച്ച ആ സമയം മാറ്റിക്കൊടുക്കാൻ എനിക്ക് പറ്റൂല, അതെന്റെ റബ്ബിന് വേണ്ടിയുള്ളതാ. മാസത്തിലൊരു ദിവസം എനിക്കൊരു വസ്ത്രമേ ഉള്ളൂ. ഈ ഹിംസിലെ ഗവർണർക്ക് ഒരു വസ്ത്രമേ ഉള്ളൂ. ഒരു ദിവസം ഞാനത് മൊത്തം അലക്കി വൃത്തിയാക്കി ഉണങ്ങാനിടും. ആ ഉണങ്ങിയിട്ട് വേണം എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് വരാൻ. അന്നാണ് ഞാൻ പുറത്തേക്ക് വരാത്തത്. പിന്നെ ഇടയ്ക്ക് ഞാൻ ബോധം കെടുന്നു പറഞ്ഞു. ഞാൻ ബോധം കെടും. എന്താ അറിയോ? ഞാൻ കുഞ്ഞായിരുന്ന കാലം, അന്ന് മക്കയിൽ ആ കുരിശുമരത്തിൽ ആ ഖുബൈബ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച വേദനയും ആ ത്യാഗവും എന്റെ മനസ്സിൽ ഒരു കാഴ്ചയായി വരുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ ബോധരഹിതനായി വീണുപോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതറിയോ? ഇവര് പോയൊരു സ്വർഗമുണ്ട്. ആ സ്വർഗാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗം. നമ്മുടെ ശ്വാസം നിലക്കുന്ന ഒരു സെക്കൻഡിന്റെ അപ്പുറത്താണ് ആ സ്വർഗം. ആ പരലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കുന്ന ആ സന്തോഷത്തിന്റെ ലോകം. അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഈ രാത്രിയേക്കാൾ സത്യമാണ് നാളത്തെ പരലോകവും സ്വർഗവും. അത് റസൂലുള്ളാഹിന്റെ സ്വഹാബികൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ സമ്പത്തിനെ കണ്ടത് ആ സ്വർഗം വാങ്ങാനും അള്ളാഹുവിന് കടം കൊടുക്കാനുമാണ്. അതിനാണ് അവർ ശ്രമിച്ചത്. പുതിയ തലമുറ സ്വന്തം തലമുറകൾക്കപ്പുറത്തേക്ക് 4ാമത്തെ തലമുറക്ക് സമ്പാദിക്കാൻ വേണ്ടി ഓടുന്ന പുതിയ കാലത്ത് നമ്മുടെ ജീവിതത്തിലെ ഹീറോകൾ സ്വർഗത്തിനു വേണ്ടി മുമ്പേ സഞ്ചരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്വഹാബ റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബ, അവരുടെ വഴിയാണ് നമ്മുടെ സമ്പത്തിൽ നമുക്കുള്ള സ്വർഗമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാണെങ്കിൽ സൂക്ഷ്മത ഉണ്ടാവണം, തഖ്വ അത് നല്ലോണം ഉണ്ടാവണം, അല്ലേ? ഒരു നാടിനെ പടച്ച് അവസാനിപ്പിക്കണം. ഒരു നാടിനെ, ഒരു ഗ്രാമത്തിനെ അള്ളാഹു ശിക്ഷ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ആ നശിപ്പിച്ചു കളഞ്ഞപ്പോ അള്ളാഹ് തന്നെ പറയാണ്, ആ ഗ്രാമത്തിലുള്ള ആളുകൾ വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ, ആ നാട്ടിലുള്ള ആളുകൾക്ക് ശരിയായ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ, അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. അവർക്ക് ശിക്ഷയാണ് കൊടുത്തത്. കാരണം എന്താ? അവർക്ക് ഈമാൻ ഉണ്ടായില്ല, തഖ്വ ഉണ്ടായില്ല. നമുക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ നമുക്ക് വേണ്ടത് 1 തഖ്വയാണ്, 2 ഇസ്തിഗ്ഫാറാണ്. തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാറുകൾ ചെയ്യുക, അല്ലേ? ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനാത്തിൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. സമ്പത്തും സന്താനങ്ങളും തോട്ടങ്ങളും എല്ലാം നാം നൽകും. അവർ ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, സ്വതക്കകൾ കൊടുക്കണം, അല്ലേ? 1 ഉറുപ്യ നമ്മൾ ചെലവാക്കുമ്പോൾ അള്ളാന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും, അള്ളാഹുവേ ഇവയാൾക്ക് കൂടുതൽ കൊടുക്കണേ എന്നു രാവിലെ 2 മലക്കുകൾ പ്രാർത്ഥിക്കും. നല്ലോണം പ്രാർത്ഥിക്കണം.
കുടുംബബന്ധം ചേർക്കുക. ഉപജീവന മാർഗം ഒരാൾക്ക് വിശാലമാകണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ദീർഘായുസ് കിട്ടണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അയാളുടെ ഉപജീവന മാർഗം വിശാലമാകും, അയാൾക്ക് ദീർഘായുസ് അല്ലാഹു ലഭിക്കും. ദൂർത്തൊഴിവാക്കുക. കുട്ടി ജനിച്ചു, ബർത്ത്ഡേ പാർട്ടികൾ, ലക്ഷങ്ങളാണ് ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ് പൊടിച്ചു കളയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്, സ്ക്രീനിൽ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി, വീഡിയോ കാണാൻ വേണ്ടി എത്ര രൂപയാണ് ചെലവഴിക്കുന്നത്. ദൂർത്തിനെ പറ്റി അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ശൈത്താന്റെ സുഹൃത്തുക്കൾ, ശൈത്താന്റെ പിശാചിന്റെ സഹോദരങ്ങൾ എന്ന അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. ദൂർത്ത് നമ്മൾ ഒഴിവാക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ തവക്കലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്, പണമാണ് നമ്മുടെ ജീവിതത്തിന്റെ സെക്യൂരിറ്റി എന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചു പോകരുത്. അള്ളാഹുവാണ് നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം. വലാ തക്കിൽനി ഇലാ നഫ്സി ത്വർഫത ഐനിൻ, കണ്ണിമ വെട്ടുന്ന ഒരു സെക്കൻഡ് പോലും അള്ളാഹുവെ എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത്. അല്ലെ, കോടികളുടെ ആസ്തി എനിക്കുണ്ട്, ലക്ഷങ്ങളുടെ ആസ്തി എനിക്കുണ്ട്, അത് നമ്മൾ സുരക്ഷിതത്വം നൽകുമെന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്. പണമല്ല സുരക്ഷിതത്വം, അള്ളാഹുവാണ്. തവക്കുൽ കൃത്യമാവുക. പിന്നെ നേരത്തെ നന്മകളിൽ, നല്ല കാര്യത്തിൽ, പ്രഭാതത്തിൽ അതിരാവിലെ ഏർപ്പെടുക. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദി കാണിച്ചാൽ ഇനിയും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സമ്പത്ത് അല്ലാഹ് നൽകിയ ഔദാര്യമാണ്, പരീക്ഷണമാണ്, അനുഗ്രഹമാണ്. പരലോകത്ത് കണക്ക് പറയേണ്ടതാണ്. അത് നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി ബുദ്ധിപരമായി ഉപയോഗിക്കുക. പലിശയോട് അള്ളാഹുവും അവന്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേക്ക് അടുത്തു പോകരുത്. ദൂർത്ത് പിശാചിന്റെ കാൽപ്പാടുകളാണ്, അതിന്റെ പിറകെ നമ്മൾ സഞ്ചരിക്കരുത്. കടം വാങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. വാങ്ങിയാൽ സമയത്തിന് വീട്ടാൻ പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാവുക. കടം കൊടുത്ത് സഹായിക്കേണ്ടവരെ കടം കൊടുത്ത് സഹായിക്കുക. പ്രാർത്ഥനയും തവക്കുലും വിശുദ്ധമായ ജീവിതവും നമ്മുടെ പരലോകം സുരക്ഷിതമാക്കും. റഹ്മാനായ അല്ലാഹു പരലോകത്ത് ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗത്തിൽ നമ്മുടെ റബ്ബിനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കിടക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്ക് അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. വിവാഹപ്രായമെത്തിയ നമ്മുടെ ആൺമക്കളും പെൺമക്കളും സഹോദരികളും ഒക്കെ ഉണ്ട്, സഹോദരന്മാരും. അള്ളാഹു സ്വാലിഹീങ്ങളായി ഇണകളെ നൽകി സന്തോഷകരമായ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ, നമ്മുടെ ഇണകളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു റഹ്മത്തും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. നമ്മുടെ ഉപജീവന മാർഗം അള്ളാഹു വിശാലമാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം അറിയിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വേനൽക്കാലത്ത്, പുതിയ കാലത്ത് നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ നമുക്ക് അടുത്ത തലമുറയാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ പള്ളി, മദ്രസ സ്ഥാപനങ്ങളും അതൊക്കെ ഏറ്റെടുത്ത് കൊണ്ടുപോകാനുള്ള തലമുറയാണ് നമ്മുടെ മക്കൾ. അവിടെ നമുക്ക് നമ്മുടെ മക്കൾ ഉണ്ടാവണം. മനസ്സിലായില്ലേ? നമ്മൾ മരിച്ച് നമ്മുടെ മയ്യത്ത് ഇങ്ങനെ മുന്നിൽ വെക്കുമ്പോൾ പള്ളിയിലെ മൂല്യരെ തെരഞ്ഞിങ്ങാണ്ട് 4ാമത്തെ സ്വപ്പിലേക്ക് പായുന്ന മക്കളായി നമ്മളെ മക്കൾ മാറാൻ പാടില്ല. നെഞ്ചു പൊട്ടി നമ്മളെ മക്കൾ പ്രാർത്ഥിക്കണം, അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു, പടച്ചോനെ എൻ്റെ ഉപ്പയാണ് ഈ കിടക്കുന്നത്, കഷ്ടപ്പെട്ട് എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ഉപ്പയാണിത്, എൻ്റെ ഉമ്മയാണിത്, എന്നെ ഗർഭം ചുമന്ന് ഊരവേദന വന്ന് സഹിച്ച് പ്രയാസപ്പെട്ട് ഉറക്കമൊഴിച്ച് എന്നെ വളർത്തി എൻ്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത്, അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കാര്യം കൊടുക്കണം. ഐഫോണും 70 Pro ഒന്നും വാങ്ങിക്കൊടുക്കേണ്ടതല്ല, അത് വാങ്ങിക്കൊടുത്തോണ്ടുണ്ടാവില്ല. അവർക്ക് ദീന് കൊടുക്കണം. അത് കൊടുക്കാനുള്ള സംവിധാനമാണ് ഈ പറഞ്ഞ പ്രോഗ്രാമുകൾ. പല പ്രായത്തിലുള്ള ഈ നോട്ടീസുകൾക്കൊക്കെ ഒന്ന് കിട്ടും. ഇത് ശരിക്കും വായിച്ചിട്ട് നമ്മുടെ മക്കളുടെ പ്രായം നോക്കി അവിടെ കൊണ്ടുപോയാക്കേണ്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുപോയാക്കണം. ഇവിടെ നമ്മുടെ മഞ്ചേരി സെന്ററിൽ ഇൻഷാ അല്ലാഹ് നടക്കുന്ന ഡേറ്റ് ഏപ്രിൽ 26 മുതൽ മെയ് 3 ഈ നോട്ടീസ് നോക്കിയിട്ട് നമ്മളെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ എത്തിക്കണം. അതോടൊപ്പം ഇന്ന് മുതൽ നമ്മുടെ സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു, പിന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിലുള്ള പീസ് റേഡിയോ കേന്ദ്രീകരിച്ചുള്ള ഒരു വർക്കും കുട്ടികൾക്കുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.